ഏറെ ആദരണീയനും ബഹുമാന്യനും എൻ്റെ ആത്മസുഹൃത്തും ജ്യേഷ്ഠ സഹോദര തുല്യനുമായ പ്രിയങ്കരനായ സുദേശൻ രഘു, എൻ്റെ പ്രിയപ്പെട്ട സുദേശേട്ടൻ, അതുപോലെ തന്നെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച കെ ഐ ഹരി, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ ആദരണീയരും ബഹുമാന്യരുമായ എൻ്റെ ആത്മസഹോദരങ്ങളെ, ഇന്നിവിടെ നടക്കുന്നത് വളരെ ചരിത്രപ്രധാനമായ ഒരു മുഹൂർത്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സഹോദരൻ അയ്യപ്പൻ്റെ ജന്മദിനത്തെ അനുസ്മരിക്കുക എന്നുള്ളത് തന്നെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വളരെ വലുതായ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സുദേശേട്ടൻ ഒരു കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് മറ്റു പലരുടെയും ജയന്തികൾ ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ കുതിക്കലുകൾ, വലിയ കുതിപ്പുകൾ സൃഷ്ടിച്ച ഒരു മഹാത്മാവിൻ്റെ ജന്മദിനം കേരളം മറന്നു പോകുന്നു എന്നുള്ളത് നാം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിൻ്റെ ദൃഷ്ടാന്തമാണ്. ബ്രാഹ്മണ്യത്തിനെതിരെ ശക്തമായി നിലപാടെടുത്തു എന്നുള്ളതാണ് സഹോദരൻ അയ്യപ്പനെ നിശിതമായി മറന്നു പോകാൻ കേരളീയ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് ഹൈന്ദവ ബ്രാഹ്മണിസത്തെ പുൽകുന്ന, അതിനെ മതേതരമായി വ്യാഖ്യാനിച്ചുറപ്പിക്കുന്ന, എന്തിനേറെ പറയുന്നു, ഹിന്ദുത്വത്തിന് പാദസേവ ചെയ്യുന്ന ആളുകളെ പോലും സ്മരിക്കുന്നതിന് യാതൊരു മടിയും മലയാളി സമൂഹത്തിനില്ല എന്നതാണ് സഹോദരൻ അയ്യപ്പനെ മറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സഹോദരൻ അയ്യപ്പനെ മറക്കുന്നു എന്നതിൻ്റെ അർത്ഥം കേരളീയ സമൂഹം ജാതി ശ്രേണീകരണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മലയാളി തങ്ങൾ കൊണ്ടു നടക്കുന്ന, മലയാളി സമൂഹം കൊണ്ടു നടക്കുന്ന ജാതി ശ്രേണീകരണത്തെയും അത് സംബന്ധിയായ ആചാരാനുഷ്ഠാന വ്യവഹാരങ്ങളെയും തുറന്നു കാണിക്കുവാൻ, അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷി കേരളീയ സമൂഹം ഇന്നും ആർജിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പനെ നാം മറന്നു പോകുന്നതിന് കാരണം. യഥാർത്ഥത്തിൽ സഹോദരൻ അയ്യപ്പനെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷി മലയാളി സമൂഹത്തിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാളി സമൂഹത്തിനില്ല. അയ്യപ്പനെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷി മലയാളി സമൂഹം നേടിയിട്ടില്ല. അതുകൊണ്ടാണ് മനഃപൂർവ്വം തിരശീലയുടെ പിന്നിലേക്ക് അയ്യപ്പനെ മാറ്റിവെക്കുവാൻ കേരളീയ ജാതി സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത്. അത്തരം മറവികളെ ചരിത്രപരമായി നാം പരിശോധിക്കുകയും വർത്തമാനകാല സമകാലിക കേരളീയ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ സമകാലിക അവസ്ഥകളിൽ നാം കടന്നു പോകുന്ന വ്യവഹാരങ്ങളിൽ സഹോദരൻ അയ്യപ്പൻ്റെ ചിന്തകളെ വീണ്ടെടുത്തുകൊണ്ടും അതിനെ ഉറപ്പിച്ചുകൊണ്ടും വിമർശവിചാരം ചെയ്തുകൊണ്ടും മാത്രമേ കേരളം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് അഭിസംബോധന ചെയ്യുവാനും മറികടക്കുവാനും കഴിയുകയുള്ളൂ. സുദേശേട്ടൻ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു. സഹോദരൻ അയ്യപ്പനെ വേണ്ട രീതിയിൽ ആ സമുദായം പോലും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. സഹോദരൻ അയ്യപ്പനെ മനസ്സിലാക്കിയ ഒരു മഹാത്മാവ് കേരളത്തിൽ ജീവിച്ചിരുന്നു. അത് സാക്ഷാൽ നാരായണ ഗുരുസ്വാമികളായിരുന്നു. സഹോദരൻ അയ്യപ്പനെ ആന്തരികമായി ഇത്രയും ആഴത്തിൽ നാരായണ ഗുരുസ്വാമികളെ പോലെ മറ്റാരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിയാൽ നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ എന്ന് കരുതാൻ, എന്ന് പറയാൻ നമുക്കൊരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ നോക്കിയാൽ അത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ്. ജീവിതം കൊണ്ട് തന്നെ അത് നാരായണ ഗുരുസ്വാമികൾ നമുക്ക് പല സന്ദർഭങ്ങളിലും കാട്ടിത്തന്നിട്ടുണ്ട്.
പന്തിഭോജനത്തിൻ്റെ സന്ദർഭം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. പന്തിഭോജനം നടത്തി. കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും സഹോദരൻ അയ്യപ്പൻ്റെ ആ പ്രവർത്തികളെ എതിർത്തു. അന്നത്തെ ആ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരുന്ന വിജ്ഞാനവർദ്ധിനി സഭ പന്തിഭോജനം നടത്തിയവർക്കെതിരെ, പ്രത്യേകിച്ച് സഹോദരൻ അയ്യപ്പനെതിരെ വലിയ ശക്തമായ ഒരു പുറന്തള്ളൽ പ്രക്രിയ തന്നെ സൃഷ്ടിച്ചു. സമുദായത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള ഭ്രഷ്ടെന്ന് പറയുന്ന രീതിയിലുള്ള പരിപാടികൾക്ക് പോലും വിജ്ഞാനവർദ്ധിനി സഭ മുൻകൈയെടുത്തു. നാരായണ ഗുരുസ്വാമികളുടെ പേരിൽ പോലും അവർ പ്രചാരണങ്ങൾ നടത്തി. പന്തിഭോജനത്തെ ഗുരുസ്വാമികൾ അംഗീകരിക്കുന്നില്ല എന്ന് നോട്ടീസ് അടിച്ച് പ്രചാരണം നടത്തി. അങ്ങനെ ഇരിക്കെ സാക്ഷാൽ സഹോദരൻ ഗുരുസ്വാമികളെ നേരിട്ട് ചെന്ന് സന്ദർശിച്ചു. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. ഗുരുസ്വാമികൾ ഒരു പേപ്പർ എടുത്തു. അതിലെഴുതി, മനുഷ്യരുടെ മതം, വേഷം, ഭാഷ അതെങ്ങനെ ഇരുന്നാലും അന്യോന്യം വിവാഹം ചെയ്യുന്നതിനും പന്തിഭോജനം ചെയ്യുന്നതിനും യാതൊരു ദോഷവുമില്ല എന്ന് ഒരു പ്രമാണവചനം എഴുതി. ഞാൻ പ്രമാണവചനം എന്നാണ് അതിന് പറയാൻ കാരണം. അതോടുകൂടി ഏതാണ്ട് കലഹങ്ങളും കലാപങ്ങളും നാരായണ ഗുരുവിൻ്റെ ആ വചനത്തോടുകൂടി ശമിക്കുകയാണ് ഉണ്ടായത്. ആ രീതിയിൽ സഹോദരൻ അയ്യപ്പനെ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു നാരായണ ഗുരുസ്വാമികൾ. അതുകൊണ്ടാണ് തൻ്റെ അവസാന കാലത്ത് ശിവഗിരി മഠത്തിൻ്റെ സന്യാസി സംഘത്തിലേക്ക് തന്നെ സഹോദരൻ അയ്യപ്പനെ നാരായണ ഗുരുസ്വാമികൾ ക്ഷണിക്കുകയുണ്ടായി. സന്യാസിയാകുവാൻ വേണ്ടി സഹോദരനെ ക്ഷണിക്കുകയുണ്ടായി. അയ്യോ സ്വാമി, എനിക്ക് പേടിയാവുന്നു എന്നാണ് സഹോദരൻ അയ്യപ്പൻ അതിന് മറുപടി കൊടുത്തത്. തൻ്റെ മഠത്തിൻ്റെയും സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും അധികാരവും നിയന്ത്രണവും സഹോദരൻ അയ്യപ്പൻ നടത്തണമെന്ന് ഗുരുസ്വാമികൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇത്രയും ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ കാരണം, ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പേര് തന്നെ സമുദായ സാഹോദര്യം എന്നാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ ശീർഷകം. യഥാർത്ഥത്തിൽ സഹോദരൻ്റെ വാക്ക് തന്നെ, സഹോദരൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആ ആശയത്തെ വിപുലമായി നമ്മളുമായി സംവദിക്കുന്നു. ആ ആശയം തന്നെ. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന്, RSSൻ്റെ മുഖപത്രമായ പാഞ്ചജന്യം ഒരു പ്രസ്താവന നടത്തി. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ അത് പെട്ട് കാണും. അതിൽ പറഞ്ഞത്, ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിച്ചു. മുഗളന്മാരും ബ്രിട്ടീഷ് മിഷണറിമാരുമാണ് ഈ ഏകീകരണത്തെ തടഞ്ഞത് എന്ന് പാഞ്ചജന്യത്തിൽ മുഖപ്രസംഗം വന്നു. സത്യത്തിൽ ഇത് നാരായണ ഗുരുസ്വാമികളെയും സഹോദരൻ അയ്യപ്പനെയും മഹാത്മാ അയ്യങ്കാളിയെയും ഡോക്ടർ BR അംബേദ്കറെയൊക്കെ അപമാനിക്കുന്നൊരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ പാഞ്ചജന്യം നടത്തിയത്. കാരണം ഡോക്ടർ BR അംബേദ്കർ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? സഹോദരൻ അയ്യപ്പൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? നാരായണ ഗുരുസ്വാമികൾ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? എന്തിനു വേണ്ടിയാണ് സ്വന്തം ജീവിതം സമൂഹത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്തത്? അതിനെയൊക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് പാഞ്ചജന്യം നടത്തിയത്. ജാതി വ്യവസ്ഥ ഇന്ത്യയെ ഏകീകരിക്കുന്നതാണെങ്കിൽ മനുഷ്യാണ മനുഷ്യത്വം ജാതർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന എന്ന് ഗുരുസ്വാമികൾ പറയുമായിരുന്നു. ഗുരുസ്വാമികൾ പറയില്ല. കാരണം ജാതി വ്യവസ്ഥ ഇന്ത്യ ഏകീകരിക്കുമായിരുന്നെങ്കിൽ പേരൂര് തൊഴിലീമോന്നും പോരുമായത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നേരു മെയ് തന്നെ ചൊൽകയാൽ എന്ന് ഗുരുസ്വാമികൾ പറയുകയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ജാതി വ്യവസ്ഥ ഇന്ത്യയെ നെടുകെ പിളർക്കുകയും കുറുകെ പിളർക്കുകയും പരസ്പരം മനുഷ്യരെ പോരടിക്കാൻ പ്രേരിപ്പിക്കുകയും മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യവും സാമുദായികവും തകർക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തെ, സമുദായ സ്നേഹത്തെ, സമുദായങ്ങൾക്കിടയിലുള്ള പരസ്പര കൊള്ളകൊടുക്കലുകളെ
ആരാണ് തകർത്തത്? അത് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് തകർത്തത്. ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ് മനുഷ്യർക്കിടയിലെ സാഹോദര്യം ഇല്ലാതാക്കിയത്. അത് പറയേണ്ട ദിവസം ഇന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റേത് ദിവസത്തെക്കാളും ഇന്നത്തെ ദിവസത്തിന് അതിന് പ്രാധാന്യമുണ്ട്. കാരണം സഹോദരൻ അയ്യപ്പൻ ജീവിച്ചത് കേരളീയ സമൂഹത്തെ ഒരു സാഹോദര്യ സമൂഹമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമെന്ന് ഗുരുസ്വാമികൾ അരുവിപ്പുറത്ത് എഴുതി വച്ചു. ഒരർത്ഥത്തിൽ നോക്കിയാൽ, വിശാലമായി പരിശോധിച്ചാൽ, സഹോദരൻ അയ്യപ്പൻ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി സ്വന്തം ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. സമ്പൂർണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് അറിയണമെങ്കിൽ അയ്യപ്പനെ പോലെയുള്ള ആളുകൾ, അയ്യപ്പൻ മാഷിനെ പോലെയുള്ള ആളുകളുടെ പ്രയത്നത്തിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പ്രാചീന ഇന്ത്യ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് പൊതുവെ പറയുന്ന ഒരു കാര്യം, രാമായണവും മഹാഭാരതവും മനുസ്മൃതിയും ഗീതയും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും എല്ലാം വളരെ വിപ്ലവകരമായ ഗ്രന്ഥങ്ങളാണെന്നും അതൊക്കെ തന്നെ വളരെ പുരോഗമനപരമായ ആശയങ്ങളാണ് സമ്മതിക്കുന്നത് എന്നും കേരളീയ സമൂഹത്തിൽ പോലും ചില പുരോഗമനകാരികൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഈ വേദേതിഹാസ പുരാണങ്ങളൊക്കെ പൊടിച്ച് അറബിക്കടലിൽ കളയണമെന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. വേദേതിഹാസ പുരാണങ്ങൾ പൊടിച്ച് അറബിക്കടലിൽ കളയണമെന്ന് പറഞ്ഞ ആളാണ് സഹോദരൻ അയ്യപ്പൻ. എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സഹോദരൻ അയ്യപ്പൻ സംസ്കൃതം പഠിച്ച ഒരാളായിരുന്നു. അദ്ദേഹം ബി എ ഓണേഴ്സിന് ചേർത്തിട്ട് അത് ഡിഗ്രി പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും തിരുവനന്തപുരത്ത് സംസ്കൃതം ബിരുദ കോഴ്സിന് ചേർന്ന് പഠിച്ചൊരു വ്യക്തി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. അതുകൊണ്ട് അദ്ദേഹം ഈ സംസ്കൃത ഗ്രന്ഥങ്ങളുമായിട്ടൊക്കെ തീർച്ചയായിട്ടും പരിചയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരികെ വരാം. പ്രാചീന ഇന്ത്യ എന്തായിരുന്നു എന്ന് നമുക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ ഭാഗം ഒന്ന് വിശദീകരിക്കാമെന്നാണ് കരുതുന്നത്. ഈ വർണ്ണം എന്ന് പറയുന്നത് ചില ഹിന്ദുത്വ സന്യാസിമാർ തന്നെ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് വർണ്ണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണെന്ന്, വളരെ നല്ലതാണ്, അത് കൊണ്ടു നടക്കാൻ കൊള്ളാവുന്ന സംഗതിയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തിനേറെ പറയുന്നു, നാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന മുനി നാരായണ പ്രസാദും സ്വാമി നിത്യചൈതന്യ യതി പോലും ഈ വർണ്ണാശ്രമ വ്യവസ്ഥയെ ന്യായീകരിക്കുകയും അത് വളരെ മേന്മയേറിയതാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. മുനി നാരായണ പ്രസാദ് അദ്ദേഹം ഗീതയും നാരായണ ഗുരുസ്വാമികളുടെ ആത്മോപദേശ ശതകവും കൂടെ താരതമ്യം ചെയ്തൊരു പഠനം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഗീതയും ആത്മോപദേശ ശതകവും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന പുസ്തകങ്ങളാണ് ഗീതയും ആത്മോപദേശ ശതകവും. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രമാകും എന്ന് പറഞ്ഞു ആത്മോപദേശ ശതകത്തിൽ ഗുരു. അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം എന്ന് ഗുരു കുറിക്കുന്നുണ്ട്. അയലത്തുകാർ നന്നാകുന്നതിനായിട്ട് നമ്മളെല്ലാം പ്രയത്നിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. അതിന് വളരെ വലിയ രാഷ്ട്രീയമുണ്ട്. കാരണം അയലത്ത് താമസിക്കുന്ന അധകൃതനാക്കപ്പെട്ട, ബ്രാഹ്മണ്യത്താൽ അധകൃതനാക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ ജന്മത്തിൽ രക്ഷപ്പെടരുതെന്ന് ബ്രാഹ്മണ്യം ആഗ്രഹിക്കുന്നു. അതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ പൊളിറ്റിക്സ്, വർണ്ണാശ്രമത്തിൻ്റെ പൊളിറ്റിക്സ് അതാണ്. അപ്പോഴാണ് ആ വർണ്ണാശ്രമത്തിൻ്റെ പൊളിറ്റിക്സിനെ റദ്ദ് ചെയ്തുകൊണ്ട് ഗുരു പറയുന്നു, അയലുതഴപ്പതിനായ അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. ഒരു യഥാർത്ഥ മനുഷ്യനാകണമെങ്കിൽ എന്ത് വേണം? അയലത്തുകാർ നന്നാകുന്നതിനായിട്ട് പരിശ്രമിക്കണം. ഇതായിരുന്നു ഗുരുവിൻ്റെ വചനം. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന് ഗുരു ഗീതയെപ്പറ്റി പറയുന്നുണ്ട്. സത്യത ഒറ്റ വാചകത്തിൽ ഗീതയെ സംബന്ധിച്ച മുഴുവൻ വിമർശനം ഉള്ളടങ്ങിയിട്ടുണ്ട്. ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം. ഒറ്റ വരിയേ ഉള്ളൂ, കൂടുതൽ ഒരു കാര്യങ്ങളും ഗുരു പറയുന്നില്ല. ആ ഒറ്റ വരിയിൽ
ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്ന വർണ്ണാശ്രമ ധർമ്മത്തെയും ചാതുർവർണ്ണ ശ്രേണീകരണത്തെയും ഗുരു ആഴത്തിൽ വിമർശ വിചാരം ചെയ്തു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തെയും ഗീതയെയും എങ്ങനെ താരതമ്യ പഠനത്തിന് പോയിട്ട് രണ്ട് പുസ്തകങ്ങൾ ചേർത്ത് വെക്കാൻ പോലും പറ്റത്തില്ല. വിരുദ്ധ കോടിയിൽ നിൽക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ്. അപരത്വത്തിലേക്ക് തുറക്കുമ്പോൾ, ഗുരുവിൻ്റെ ദർശനങ്ങൾ അപരത്വത്തിലേക്ക് തുറക്കുമ്പോൾ, ഇന്ത്യൻ ബ്രാഹ്മണ്യം അപരമാക്കിയ മുഴുവൻ മനുഷ്യരെയും സ്നേഹം കൊണ്ടും സാഹോദര്യം കൊണ്ടും ഗുരുവിൻ്റെ ദർശനങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ, ഗീത മനുഷ്യരെ ശ്രേണീകൃതമായി തരംതിരിക്കുകയും പരസ്പരം പോരടിക്കാൻ വേണ്ടി മനുഷ്യർക്കിടയിൽ പോർക്കളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ എപ്പോഴും കലഹിക്കേണ്ടവരാണെന്നും മനുഷ്യർ ഉന്നത ജാതിയിൽപ്പെട്ടവർ മാത്രം സുഖലോലുപതകൾ അനുഭവിക്കേണ്ടവരാണെന്നും ഗീത പറഞ്ഞു വെക്കുന്നു. ഈ ഗീതയുടെ രാഷ്ട്രീയത്തെയാണ് ഗീത ഉപദേശിച്ച കൃഷ്ണൻ പിന്നീട് ദുഃഖിച്ചിരിക്കാം എന്ന ഒറ്റ വാക്കുകൊണ്ട് ഗുരു റദ്ദ് ചെയ്തത്. ഇത് പറയാൻ കാരണം വളരെ പ്രാചീനമായ ചില ധർമ്മസൂത്രങ്ങളുണ്ട്. ആ ധർമ്മസൂത്രങ്ങളിൽ പറയുന്നത്, അതിലൊന്ന്, ഇന്നിപ്പോൾ എല്ലാവരും വേദം പഠിക്കുക, എല്ലാവർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതെപ്പോഴാ? ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം. അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ? അതിനു മുമ്പൊരവസ്ഥയുണ്ട്. ഗൗതമധർമ്മസൂത്രം വളരെ പ്രാചീനമായ ധർമ്മസൂത്രമാണ് ഗൗതമധർമ്മസൂത്രം. അതിൽ പറയും, അധഹാസ്യ വേദമുപസൃണ്ണത ത്രഭുജതുഭ്യാം ശ്രോത്രപ്രതിപൂരണം ഉദാഹരണേ ജിഹ്വാച്ഛേദ ധാരണേ ശരീരഭേദ എന്ന് പറയും. ആസന ശയനവാക്പതിഷു സമപ്രേപ്സു ദണ്ഡ്യഃ. ഗൗതമധർമ്മസൂത്രത്തിൽ പറയുന്ന എന്താണ് പറയുന്നത്? വേദം ചൊല്ലുന്ന ആളുടെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം. മനുസ്മൃതിയിലല്ല പറയുന്നത് കേട്ടോ. മനുസ്മൃതിക്കും മുമ്പുണ്ടായ ഗൗതമധർമ്മസൂത്രത്തിലാണ് പറയുന്നത്, വേദം ചൊല്ലുന്ന ആളുടെ ചെവിയിൽ, ശൂദ്രൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണം. ഈ ശൂദ്രൻ അയാളുടെ ജീവിതകാലം മുഴുവൻ ഈ ബ്രാഹ്മണ പാദസേവ ചെയ്യുന്ന ആളാണ് ശൂദ്രൻ എന്ന് ഓർക്കണം. ദിവസവും കയ്യും കാലും കഴുകി വെള്ളം കുടിക്കുന്ന ശൂദ്രൻ്റെ വിധി ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താണ് പറയേണ്ടത്? ഉദാഹരണേ ജിഹ്വാച്ഛേദ. അത് മനസ്സിലാക്കിയാൽ ജിഹ്വാച്ഛേദ, നാവ് പിഴുതെടുക്കണം, വെട്ടിപ്പിളർക്കണം. ചില ആളുകൾ പറയുന്നതൊന്നും ഇതൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതൊന്നും പ്രവൃത്തിയിലേക്ക് വന്നിട്ടില്ല. പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീരാമൻ. ശംഭൂകൻ്റെ തല വെട്ടിപ്പിളർന്നു. ദേവന്മാരെല്ലാം സന്തോഷിച്ചെന്നാണ് വാൽമീകി രാമായണ ഉത്തരകാണ്ഡത്തിൽ പറയുന്നത്. രാമൻ ശംഭൂകൻ്റെ തല വെട്ടിപ്പിളർന്നപ്പോൾ ദേവലോകത്തിരുന്ന് ഇന്ദ്രനും അഗ്നിയും കൈകൊട്ടി, ബലേഭേഷ്, വളരെ നന്നായി, രാമൻ്റെ പ്രവൃത്തി വളരെ ഉത്തമം എന്ന് കൈകൊട്ടി പാസാക്കി, പ്രമേയം അവതരിപ്പിച്ചു ദേവേന്ദ്രൻ സംഘവും. ഈ ദേവന്മാരെയാണ് കേട്ടോ ഇന്ത്യയിലെ ബഹുകോടികൾ ഇപ്പോഴും ആരാധിക്കുന്നത്. ശൂദ്രൻ ചത്തത് നന്നായി എന്ന് പറഞ്ഞവരെ നമ്മൾ ആരാധിക്കുക. ഇന്ദ്രന് വേണ്ടി യാഗം നടത്തുക, അഗ്നിയിലേക്ക് ഹോമം നടത്തുക. ഈ അഗ്നി പറഞ്ഞ എന്താണ്? ശൂദ്രനായ ശംഭൂകൻ ചത്തത് നന്നായി, അവൻ ഇനി സ്വർഗത്തിലോട്ടൊന്നും വരുത്തില്ലല്ലോ. അവൻ സ്വർഗത്തിലോട്ട് വരാതിരിക്കാനുള്ള ഏർപ്പാട് ചെയ്തതിൽ ഞങ്ങൾ സന്തുഷ്ടരായി. ഞാൻ ഈ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ വാൽമീകി രാമായണ ഉത്തരകാണ്ഡം പരിശോധിച്ചാൽ മതി, ബോധ്യപ്പെടും. ഇത് ശംഭൂകന്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ. ഈ വനവാസം കഴിഞ്ഞിട്ട് ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ചെല്ലും. ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഭരദ്വാജൻ രാമനോട് പറയും, താങ്കൾ എന്തിനാണ് ഈ കാട് കയറിയതെന്നും എന്തിനാണ് ഈ കാട്ടിൽ ഈ വനവാസം നടത്തിയതെന്നും എല്ലാം എനിക്കറിയാം. അങ്ങ് ബ്രാഹ്മണരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്തത്, ചാതുർവർണ്ണ്യം പരിപാലിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് ഭരദ്വാജൻ രാമനോട് പറയുന്നുണ്ട്. എന്നാൽ രാമൻ ഒരക്ഷരമെങ്കിലും തിരിച്ച് പറയുന്നുണ്ട്, ഞാനതിനൊന്നുമല്ല, ഞാൻ മനുഷ്യ നന്മ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ദശാനനെ വധിച്ചത് എന്ന് പറയുന്നേ ഇല്ല. അപ്പം എന്താണ് ആ വാൽമീകി രാമായണം മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം? ചാതുർവർണ്ണ്യത്തിൻ്റെ ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രമാണെന്നാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. തന്നെയല്ല,
അദ്വൈതം പോലെയുള്ള കൃതികളിൽ പോലും, ഈ പോലും എന്ന് പറയുന്നതിലും ചില പ്രശ്നങ്ങളുണ്ട്. അദ്വൈതം വലിയ മഹത്തായ ഭാഷ്യമാണെന്നും സുകുമാർ അഴീക്കോടിന് പോലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ശങ്കരാചാര്യര് ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണ് ശങ്കരാചാര്യർ എന്നാണ് സുകുമാർ അഴീക്കോട് ഭാരതീയം എന്ന് പറയുന്ന പേരിൽ എറണാകുളത്ത് 7 ദിവസത്തെ പ്രഭാഷണ പരമ്പര നടന്നു. അതിൽ സുകുമാർ അഴീക്കോട് പറഞ്ഞത് ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണ് ആര്? ശങ്കരാചാര്യർ. നമ്മൾ ശങ്കരൻ എഴുതിയ ഗീതാഭാഷ്യം വായിച്ചു നോക്കുമ്പോഴാണ് ആർക്കാണ് അദ്ദേഹം സംഭാവന നൽകിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരു ഭാഗം മാത്രം ഞാൻ ഉദ്ധരിക്കാം. ഗീത 4:13 ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് തുടങ്ങുന്നതിൻ്റെ ഗീതാഭാഷ്യത്തിൽ ശങ്കരൻ പറയും, ചത്വാരേവ വർണ്ണാഹ ചാതുർവർണ്ണ്യം മയാ ഈശ്വരേണ സൃഷ്ടം ഉത്പാദിതം. ചാതുർവർണ്ണ്യം സൃഷ്ടിച്ച ആരാണ്? ഈശ്വരനാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ഇത്യാദി ശ്രുതേഹേ. അതിനെന്താണ് പ്രമാണം? ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന്. ശ്രുതേഹേ, ശ്രുതി പ്രമാണമുണ്ട്, ചാതുർവർണ്ണ്യത്തിന് ശ്രുതി പ്രമാണമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയും, തമപ്രധാനസ്യ ശൂദ്രസ്യ ശുശ്രൂഷൈവ കർമ്മ ഇത്യേവം ഗുണകർമ്മ വിഭാഗശഃ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഇത്യർത്ഥഃ. ശൂദ്രന് അവൻ്റെ ഗുണകർമ്മങ്ങളോടുകൂടി ശുശ്രൂഷയാണ് അവന് വിധിച്ചിരിക്കുന്നത്. തച്ഛൈതം ചാതുർവർണ്ണ്യം അന്യേഷു ലോകേഷു അതഃ മാനുഷേ ലോകേ ഇത് വിശേഷണം. ഈ ചാതുർവർണ്ണ്യം മനുഷ്യരുടെ ലോകത്ത് വളരെ വിശിഷ്ടമാണ് എന്ന് ശങ്കരൻ പറഞ്ഞു വെക്കുന്നു. കഴിഞ്ഞില്ല. ബ്രഹ്മസൂത്ര ഭാഷ്യം ശ്രവണാധ്യയന പ്രതിഷേധാ സ്മൃതേശ്ച. ബ്രഹ്മസൂത്രം 1:3:37 പറയും, ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്നാണ് ശങ്കരൻ പറയുന്നത്. ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണ്. ഇതശ്ച ന ശൂദ്രസ്യാധികാരഃ യദസ്യ സ്മൃതേഃ ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി വേദശ്രവണ പ്രതിഷേധഃ തദർത്ഥജ്ഞാനാനുഷ്ഠാനയോശ്ച പ്രതിഷേധഃ ശൂദ്രസ്യ സ്മര്യത്തെ ശ്രവണ പ്രതിഷേധസ്താവത് അധഹാസ്യ വേദമുപസൃണ്ണത സ്ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഇതി. അപ്പം ഞാൻ ഈ സംഭാഷണം തുടങ്ങിയപ്പോൾ ഗൗതമധർമ്മസൂത്രം ഉദ്ധരിച്ചത്. ആ ഗൗതമധർമ്മസൂത്രം ആരുദ്ധരിച്ചിരിക്കുന്നു? വീണ്ടും ശങ്കരൻ ഉദ്ധരിച്ചിരിക്കുക. ശൂദ്രന് വേദം പഠിക്കാൻ അവകാശമില്ലെന്ന് ധർമ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ശങ്കരനും പറഞ്ഞിരിക്കുന്നു. പത്യുഹവ ഏതശ്മശാനം യത് ശൂദ്ര തസ്മാത് ശൂദ്ര സമീപേനാധ്യേതവ്യം ഇതിച്ച. എന്തുകൊണ്ടാണ് ശൂദ്രന്റെ സമീപം വേദം അധ്യയനം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നതിന് കാരണം ശൂദ്രൻ ശ്മശാനമാണ്. ശൂദ്രൻ ശവമാണെന്ന് പോലും അല്ല പറയുന്നത്, ശൂദ്രൻ ശ്മശാനമാണ്, സഞ്ചരിക്കുന്ന പട്ടടയാണ്. ആരെങ്കിലും ശ്മശാനത്തിൻ്റെ സമീപം വെച്ച് വേദം അധ്യയനം ചെയ്യുമോ? അതുപോലെ സഞ്ചരിക്കുന്ന പട്ടടയായ ശൂദ്രന്റെ സമീപത്തും വേദം അധ്യയനം ചെയ്യാൻ പാടില്ല. ലോകത്തിന് നൽകിയ സംഭാവന ഇതാണ്. ലോകത്തിന് നൽകിയ സംഭാവന മനുഷ്യരെ ജാതീയമായി വെട്ടിപ്പിളർക്കുകയും മനുഷ്യർ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് പറയുന്നൊരു പുസ്തകമാണ് ശങ്കരൻ്റെ അദ്വൈത ഭാഷ്യമെന്ന് നമ്മൾ ഓർക്കണം. മറന്നുപോകരുത് ഇക്കാര്യം. അതേവ അധ്യയന പ്രതിഷേധഃ യസ്യ ഹി സമീപേപി നാദ്യേതവ്യം ഭവതി സ കഥാ അശ്രൂതമധീത ഭവതി ച വേദോച്ചാരണേ ജിഹ്വാച്ഛേദഃ. വേദം ചൊല്ലിയാൽ എന്ത് ചെയ്യണം? ജിഹ്വാച്ഛേദഃ, നാവ് വെട്ടിപ്പിളർക്കണം. ധാരണേ ശരീരഭേദ ഇതി. വേദം മനസ്സിലാക്കിയാൽ ശരീരം വെട്ടിപ്പിളർക്കണം. ഇത് കേട്ടാൽ തോന്നും വേദത്തിൽ എന്തോ മഹത്തായ ജ്ഞാനം ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഒരു ഭാഗം മാത്രം ഞാൻ ഉദ്ധരിക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ വേദം മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിൽ യമയമി സംവാദം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ യമയമി സംവാദം മലയാളത്തിൽ ഇങ്ങനെയാണ്: നീലവിശാലമാം വൻകടലിൽ ഏകാന്തമാമീ മണൽ തുരുത്തിൽ ആമോദമുൾക്കാമ്പിലേറ്റമേറും കാമലീലോത്സവമാസ്വദിക്കാൻ എൻ പ്രിയ സോദരനാകും നിന്നെ വൻപെരുമീ ഞാൻ ക്ഷണിച്ചിടുന്നു.
സഹോദരിയായ യമി സഹോദരനായ യമിയെ കാമപൂരണത്തിന് ക്ഷണിക്കുക. വെറുതെ ഇരിക്കണ്ട, നീ വരൂ, നമുക്ക് ദ്വീപിലാരും ഇല്ല. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതാണ് മഹത്തായ വേദത്തിൽ സഹോദരനും സഹോദരിയും തമ്മിൽ എന്തും ആകാമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം. അതാണ് ആർഷഭാരത സംസ്കാരം. ഈ അമയമി സംവാദം നമ്മുടെ കുട്ടികൾ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ അമയമി സംവാദം നമ്മളുടെ ഇടയിലുള്ള സാഹോദര്യത്തെ തകർക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് എല്ലാവരും പൂവിട്ട് പൂജിക്കണമെന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യമാണിത്. അപ്പം ഇതിങ്ങനെ പറയാൻ കാരണം ഇത്തരം ചാതുർവർണ്ണി ആഭാസത്തെയാണ് സഹോദരൻ അയ്യപ്പൻ വെല്ലുവിളിച്ചത് എന്നുള്ളതാണ് നാം വളരെ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഈ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ആളുകൾ എന്തിനോടൊക്കെയാണ് പടവെട്ടിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. വർണ്ണാശ്രമ ധർമ്മം പാലിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ അധമനായി പിറക്കുമെന്ന് വേദശാസനങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ആപസ്തംഭ ധർമ്മസൂത്രം 2:11 10 മുതൽ 11 വരെ പറയും: ധർമ്മചര്യ ജഗന്യോ വർണ്ണ പൂർവം പൂർവം വർണ്ണമാപദ്യതേ ജാതി പരിവൃത്തോ അധർമ്മചര്യ പൂർവോ വർണ്ണോ ജഗന്യം ജഗന്യം വർണ്ണമാപദ്യതേ ജാതി പരിവൃത്തോ. ഈ ജന്മത്തിൽ ബ്രാഹ്മണനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ അയാളുടെ ജോലി എന്താണ്? മറ്റുള്ളവരെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. ആ അടിച്ചമർത്തൽ തുടരുകയും അടിച്ചമർത്തുന്നവന് അടിച്ചമർത്തലിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. ഈ വർണ്ണാശ്രമ ധർമ്മത്തെ സാധൂകരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഇത്തരം ഗ്രന്ഥങ്ങളെയാണ് നാം നമ്മുടെ സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുസ്വാമികളും വെല്ലുവിളിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ 1-ാം ഭാഗത്ത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കേരളത്തിൽ എഴുതപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണല്ലോ ശാങ്കരസ്മൃതി. ആ ശാങ്കരസ്മൃതിയിൽ പറയുന്നത് ശൂദ്രൻ തൻ്റെ ഭൃത്യനാണെന്ന് ബ്രാഹ്മണനും താൻ ബ്രാഹ്മണന്റെ പരിചാരകനാണെന്ന് ശൂദ്രനും വിചാരിക്കേണ്ടതാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ ജനിച്ചിരിക്കുന്നത് തന്നെ ബ്രാഹ്മണനെ സേവിക്കാനാണെന്ന് അയാൾ വിചാരിക്കണമെന്ന് ശാങ്കരസ്മൃതി ഉപദേശിക്കുക. പശുവിൻ്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തെ രാജാവ് രക്ഷിക്കണം. ഏവം വ്രതഃ സദാ രാജ ഗോബ്രാഹ്മണ ഹിതേ രതഃ എന്ന് ശാങ്കരസ്മൃതി പറഞ്ഞു വെക്കുന്നു. ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ പുസ്തകത്തിൽ മാത്രമേ ഉണ്ടായിരുന്നോ, അതോ ഇതൊക്കെ കേരള ചരിത്രത്തിൽ നിലനിന്ന കാര്യങ്ങളാണോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ സംശയിക്കാൻ ഇടയുണ്ട്. 2/9/1903 അന്നത്തെ മലയാള മനോരമ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1903 തൃശ്ശൂർ വേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കിൻകാട് എന്ന പറമ്പിൽ തീണ്ടൽ ജാതിക്കാരും അന്യമതക്കാരും നടക്കുന്നതിനാൽ പലവിധ അസൗകര്യങ്ങൾക്കും ഇടയായിത്തീരുന്നതിനാൽ മേലാൽ അവരെ അതിലെ നടക്കാൻ അനുവദിക്കുന്നതല്ലെന്ന് ഏകദേശം തീർച്ചയായിരിക്കുന്നതായി കേൾക്കുന്നു. 1903 1903 മലയാള മനോരമയുടെ വാർത്തയാണ്. തൃശ്ശൂർ തേക്കിൻകാട് പറമ്പിൽ തീണ്ടൽ ജാതിക്കാരും അന്യമതക്കാരും നടക്കുന്നതിനാൽ പലവിധ അസൗകര്യങ്ങളും. ആർക്കായി പലവിധ അസൗകര്യങ്ങൾ? തീണ്ടജാതിക്കാരെന്ന് കരുതപ്പെടുന്നവർക്കാണോ അസൗകര്യം, അതോ സവർണർക്കാണോ അസൗകര്യം? അപ്പം ആർക്ക് വേണ്ടിയാണ് ഈ പ്രമാണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്? 16/4/1913 അന്നത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന പി നാരായണ മേനോൻ കൊച്ചി ഗവൺമെൻറ് ഗസറ്റിൽ ഒരു കാര്യം പരസ്യപ്പെടുത്തുന്നു. അതിങ്ങനെയാണ്: കൊച്ചി സംസ്ഥാനത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോർട്ടിൽ നിന്ന് ക്രിമിനൽ നടപടി 125-ാം വകുപ്പ് പ്രകാരം കൽപ്പിക്കുന്നത് എന്തെന്നാൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യൻ ക്ഷേത്രത്തിൻ്റെ 4 പുറവുമുള്ള ഇടവഴികളിൽ കൂടിയും കുട്ടൻകുളത്തിൻ്റെ കിഴക്കും തെക്കും പടിഞ്ഞാറുമുള്ള കരകളിലും വഴികളിലും കൂടിയും ഹിന്ദുക്കളിൽ തന്നെ തീണ്ടൽ ജാതിക്കാരും ഇതര മതക്കാരും മെപ്പടി ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്ത്രി മുതലായവർക്ക് അസഹ്യോപദ്രവം നേരിടുന്നതാണെന്നും തന്നിമിത്തം സമാധാന ലംഘനത്തിന് ഇടയുണ്ടെന്നും നാം കണ്ടിരിക്കയാൽ മേൽപ്പറഞ്ഞ വഴികളിൽ കൂടി ഉത്സവം തുടങ്ങുന്നതായ മാസം 6 മുതൽ ഹിന്ദുക്കളിൽ തന്നെ തീണ്ടൽ ജാതിക്കാരും ഇതര മതസ്ഥരും ഗതാഗതം ചെയ്തു പോകരുതെന്ന് നാം ഇതിനാൽ ഖണ്ഡിതമായി കൽപ്പിക്കുകയും താക്കീതാക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു കേരളം. 1913 കേരളമായത്. ആർക്കാണ് അസഹ്യോപദ്രവം?
ബ്രാഹ്മണർക്ക് അസഹ്യോപദ്രവം. ഒരു കാര്യം നാം മനസ്സിലാക്കണം കേട്ടോ, ഇത് കഴിഞ്ഞ് 1913 രേഖയാണ് ഇപ്പോൾ വായിക്കുന്നതെങ്കിലും 2024 തന്ത്രസമുച്ചയവും പൊക്കിപ്പിടിച്ചുകൊണ്ട് അഖില കേരള തന്ത്രി സമാജം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനുവരി മാസത്തിലാണ് കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് അഖില കേരള തന്ത്രി സമാജം പറയുന്നത്? ഇവിടുത്തെ കുറച്ച് ഈഴവരും പട്ടികജാതിക്കാരായ കുറച്ച് ആളുകളൊക്കെ പൂജ പഠിച്ചിപ്പോൾ പൂജാരിമാരായിട്ടുണ്ട്. അവരൊക്കെ 10 വർഷത്തെ സർവീസ് കഴിഞ്ഞിപ്പോൾ മേജർ ക്ഷേത്രങ്ങളിലേക്ക് ശാന്തിമാരായിട്ട് വരും. അത് സഹിക്കുവോ? അസഹ്യോപദ്രവം എന്ന് നമ്മൾ ഈ ഗസറ്റിൽ കണ്ടല്ലോ. അസഹ്യോപദ്രവം സഹിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവിടെ പൂജ ചെയ്യുന്ന വിഗ്രഹം കേവലം ഒരു വിഗ്രഹമല്ലെന്നും അത് അധികാരത്തിൻ്റെ പ്രതീകമാണെന്നും മറ്റാരേക്കാളും നന്നായിട്ട് ബ്രാഹ്മണർക്കറിയാം, ബ്രാഹ്മണ്യത്തിനറിയാം. അതുകൊണ്ടാണ് ഈഴവരും കുറച്ച് പട്ടികജാതിക്കാരും പൂജാരിമാരാകാൻ തുടങ്ങി 10 വർഷം സർവീസ് പൂർത്തിയാക്കിയപ്പോൾ കൊച്ചിൻ ദേവസ്വം ഒരു തീട്ടൂരം ഇറക്കിയിട്ടുണ്ട്. എന്താണ് ആ തീട്ടൂരം എന്നറിയണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10 വർഷം എന്നുള്ളത് 15 വർഷമാക്കി. ഇല്ല, ക്രിമി ലെയർ സിസ്റ്റം പോലെ. ഇനി 15 വർഷം കഴിഞ്ഞാലേ ശാന്തിക്കാരാകാൻ പറ്റത്തുള്ളൂ. വേറൊരു പരിപാടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറിയിട്ടെടുത്താൽ മതി. ശബരിമലയിൽ കുറിയിട്ടെടുക്കുന്നത് പോലെ കുറിയിട്ടെടുത്താൽ, ഞാൻ കുറിയിടലിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല, അത് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പരസ്യമായ രഹസ്യമായതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കാനും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അത് 15 വർഷത്തേക്ക് ഉയർത്തി. എന്തിനാണ് ഉയർത്തിയത്? ഈഴവരാരും ഇനി തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശനെ പൂജിക്കണ്ട, ചോറ്റാനിക്കര അമ്മയും പൂജിക്കണ്ട. ഇത് തന്നെ കാര്യം. പറഞ്ഞു വരുമ്പോൾ കുറ്റമല്ല ആർക്കാ? കുറ്റം മുഴുവൻ ഇന്ത്യയിലെ അവർണർക്കും അവരാ ജാതി പറഞ്ഞ് നടക്കുക എന്നാണ് പറയുന്നത്. അവർ ഇന്ത്യയിലെ അവർണരെല്ലാം ജാതി പറഞ്ഞ് നടക്കുകയാണ്. സ്വത്വവാദികളെന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്, അവരും ജാതി പറഞ്ഞ് നടക്കുക. യഥാർത്ഥ സ്വത്വബോധം എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ മേൽക്കോയ്മ നേടുന്നതിനും അതിൻ്റെ അങ്ങേയറ്റം വരെ പോകുന്നതിനും ഇന്ത്യയിലെ സവർണർ PhD മാത്രമല്ല, പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പും കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ ഫെലോഷിപ്പും നേടിയ ആൾക്കാരാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കേരളത്തിലെ ഇന്ത്യയിലെ അവർണ ബഹുജനങ്ങൾ ആഴത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തിരിച്ചറിഞ്ഞ മഹാത്മാക്കളിൽ ഏറ്റവും മഹോന്നതനായൊരു വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. 27/11/1914 വഴിമാറിയിൽ എന്നുള്ള സംഗതിക്ക് ഒരു പറയനെ അടികലശൽ ചെയ്ത് 2 തീയന്മാർക്ക് കണ്ണൂർ മജിസ്ട്രേറ്റ് 20 രൂപ വീതം പിഴ കൽപ്പിച്ചിരിക്കുന്നു. ഇനി ശ്രേണീകൃത അസമത്വം. ഈ സഹോദരൻ അയ്യപ്പൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈഴവ സമുദായത്തെ പറ്റി തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞങ്ങൾ ചവിട്ടുകയും ചവിട്ട് മേടിക്കുന്നവരുമാണ് എന്ന് അയ്യപ്പൻ പറയുന്നുണ്ട്. ചവിട്ട് മേടിക്കുക മാത്രമല്ല, ചവിട്ട് കൊടുക്കുകയും ചെയ്യുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 27/11/1917. അതാണ് ശ്രേണീകൃത ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ശ്രേണീകൃത ബ്രാഹ്മണ്യം അത് ചവിട്ട് മേടിക്കുകയും മറ്റുള്ളവരെ ചവിട്ടുകയും ചെയ്യുക എന്നുള്ളതാണ്. ദേശാഭിമാനി 25/1/1919 ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ അകത്ത് വെച്ച് തമ്പുരാട്ടികളെ തൊട്ടത് നിമിത്തം നായന്മാർ കോവിലകത്ത് കടക്കുന്നതിന് നിരോധിച്ചിരിക്കുന്നതായി കാണുന്നു. അവിടം കൊണ്ട് കാര്യം കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. 1.5 പതിറ്റാണ്ട് മുമ്പ് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ റൗക്ക ധരിച്ചെത്തിയ നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചു കീറിയതും തുടർന്ന് നായർ സ്ത്രീകൾ റൗക്ക ധരിച്ചെത്തരുതെന്ന് രാജർഷി രാമവർമ്മ കൽപ്പിക്കുകയും ചെയ്തു. ഞാൻ അടുത്തിടെ എറണാകുളത്ത് നടന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനിടയായി. ആ മീറ്റിങ്ങിൽ പറഞ്ഞത്, എറണാകുളത്തെ മെട്രോ റെയിൽവേ സ്റ്റേഷന് ഈ രാജർഷി രാമവർമ്മയുടെ പേര് കൊടുക്കണമെന്നാണ് അന്നത്തെ മീറ്റിങ്ങിൽ അവിടെ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചത്. എൻ്റെ തമാശ ഒന്ന് ആലോചിച്ച് നോക്കി. നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചു കീറിയ ഒരു മഹാൻ പട്ടാപ്പകൽ ജാത്യാചാരങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1930 ഒരു പൗരാവകാശ സമരം നടക്കുന്നുണ്ട് പള്ളത്താൻകുളങ്ങര ക്ഷേത്രത്തിൽ. ഈഴവരും വാലന്മാരും ഒത്തൊരുമിച്ച് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു. ഇവരെ പുറത്താക്കാൻ നായന്മാർ ശ്രമിച്ചുവെങ്കിലും കേമമായ അടിപിടിയിലാണ് സംഭവം കലാശിച്ചത്. പുറത്താക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സമുദായത്തിൻ്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർണർ പ്രവേശിച്ച നിമിത്തം അമ്പലം പുണ്യാഹം കഴിച്ച് വീണ്ടും ഉത്സവം കഴിയാതെ ഇരുന്നതിനാൽ ദേവിയും ദേവനും കോപിക്കുമെന്ന് ആദ്യ ബ്രാഹ്മണർ അഭിപ്രായപ്പെട്ടു. അവരുടെ അഭിപ്രായമൊക്കെ അവിടെ ഇരുന്നതേ ഉള്ളൂ. ഈഴവരും ബാലന്മാരും
ഒരു ശകലം പോലും വിട്ടുകൊടുത്തില്ല. ആ ഉശിര് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നേനെ. അതുണ്ടോയെന്ന് സമുദായം സ്വയം പരിശോധിക്കുകയും ആത്മവിമർശനം നടത്തുകയും ചെയ്യേണ്ട അവസ്ഥയിലൂടെയാണ് കേരളീയ സമൂഹം അതെ 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 അതുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിക്കാൻ മാത്രം പറയുകയായിരുന്നു. ഇങ്ങനെ നിലനിന്ന ഒരു കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് സഹോദരൻ അയ്യപ്പൻ ഇടപെട്ടത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങളെല്ലാം ഇവിടെ പറഞ്ഞത്. മറ്റൊരു കാര്യം, ജാതി വ്യവസ്ഥ ഇന്ത്യ ഏകീകരിച്ചു എന്നുള്ളതിന് ഈ പറഞ്ഞ പ്രമാണത്തിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ലെന്ന് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ പുറം മതിൽ കൂടി നടന്നതിന് പോലും ക്രൂരമായ ദണ്ഡനമുറകളാണ് ഇന്ത്യയിലെ അവർണ സമുദായങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഒരു കാര്യം കൂടി പാഞ്ചജന്യം പറഞ്ഞു വെച്ചു. ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷ് മിഷണറിമാരും മുഗളന്മാരുമാണ് ഈ ഏകീകരണത്തെ തടസ്സപ്പെടുത്തിയത്. അതിൽ പരമാർത്ഥമുണ്ട് കേട്ടോ. 1932 നവംബർ 8 ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷിച്ചൊരു റിപ്പോർട്ട് നൽകാൻ തിരുവിതാംകൂർ ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, മുഹമ്മദൻ ഭരണകർത്താക്കളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ അയിത്തത്തെയും ജാതി വ്യവസ്ഥയെയും ഉലച്ചു. 1932 നവംബർ 8 റിപ്പോർട്ടിൽ പറയുന്നതാണ്, മുഹമ്മദൻ ഭരണകർത്താക്കളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ അയിത്തത്തെയും ജാതി വ്യവസ്ഥയെയും ഉലച്ചു. അപ്പോൾ സംഗതി വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളോടും മുഹമ്മദൻസിനോടും ഇന്ത്യയിലെ ബ്രാഹ്മണ്യവാദികൾക്ക് തീർത്താത്ത കലിപ്പെന്താണെന്ന് വ്യക്തമായല്ലോ. കാരണം മുഹമ്മദൻ ഭരണകർത്താക്കളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ അയിത്തത്തെയും ജാതി വ്യവസ്ഥയെയും ഉലച്ചു. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ കണ്ടുകൂടാ. അതിന് പലതരം കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പലതരം പേരുകൾ പറയും. ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലതരം മുദ്രകളുണ്ട്, പലതരം മുദ്ര വഹിക്കുന്ന പേരുകളുണ്ട്. ആ പേരുകൾ അങ്ങോട്ട് ചാർത്തി കൊടുക്കുക. ആ പേരുകൾ അങ്ങോട്ട് ചാർത്തി കൊടുത്താൽ പിന്നെ അത്തരം പേരുകളുള്ള പത്രത്തിൽ എഴുതാൻ പാടില്ല, അവരുടെ കോളേജുകളിൽ പോകാൻ പാടില്ല. ഇതൊരു ആധുനിക അയിത്തമാണ്. അതിന് പല സെക്കുലർ നാമകരണങ്ങളും നൽകിക്കെട്ട് ആധുനികമായ അസ്പൃശ്യത, പുതിയ കാലത്ത് ആധുനിക ബ്രാഹ്മണ്യം നടപ്പിൽ വരുത്തുക ചെയ്യുന്നത്. ചില പത്രങ്ങൾ എഴുതാൻ പാടില്ല, ചില സ്ഥാപനങ്ങളിൽ പോയി പ്രബന്ധം അവതരിപ്പിക്കാൻ പാടില്ല. ആധുനികമായ അസ്പൃശ്യത പുരോഗമനത്തിൻ്റെ ആടയാഭരണം അണിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുക. അവരുടെ എല്ലാ ഉള്ളിൽ പൂന്താനം നമ്പൂതിരിയാണ്. അവരുടെ എല്ലാ ഉള്ളിൽ പൂന്താനം നമ്പൂതിരിയാണ്. ഉള്ളിൽ പൂണൂലിട്ട പൂന്താനം നമ്പൂതിരിയാണ് എന്നുള്ളതാണ് വസ്തുത. അതാണ്. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു വരിയും കൂടെ മാത്രം തെളിവിന് വേണ്ടി വായിക്കാം. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ നിമിത്തം ജാതി ഹിന്ദുക്കളുടെ വർണ്ണജാതി ക്രൂരതയുടെ ആഴം അവർണ ജനതയ്ക്ക് പൂർണ്ണമായി മനസ്സിലായി. ഇതാകട്ടെ സവർണറുടെ പാരമ്പര്യബദ്ധമായ സുപ്പീരിയോറിറ്റിയെ വെല്ലുവിളിക്കാൻ അവർണർക്ക് ധൈര്യം പകർന്നതായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആലോചിച്ച്, ഈ കമ്മിറ്റി ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കക്ഷി തരണനെല്ലൂർ നമ്പൂതിരിപ്പാടാണ്. തരണനെല്ലൂർ നമ്പൂതിരിപ്പാടിന് നേരിട്ട് ഹാജരാകാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയെ ഈ കമ്മിറ്റിയിലേക്ക് ശുപാർശ ചെയ്തു. അദ്ദേഹം എന്തൊക്കെ എഴുതി പിടിപ്പിച്ചതെന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബോധം കെട്ടുവീഴും. പുന്നശ്ശേരി നമ്പി സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ചില ആളുകൾ PhD തീസിസിൽ എഴുതി വെച്ചിരിക്കുന്നത്. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം സരസ്വതിക്ക് തീണ്ടലില്ലെന്ന് പറഞ്ഞെങ്കിലും ഈഴവർ മുഴുവൻ തീണ്ടലുള്ളവരാണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ചണ്ടാളന്മാരെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം. ചണ്ടാല സ്ത്രിവിധാജ്ഞേയ മുഖ്യമധ്യമ ഹീനജാഹ ഹീനാഭവതി മൃഗി പുൽക്കസശബജാദയ മുഖ്യ ശൗണ്ഡിക തക്ഷാദ്യാഹ സർവേന്യേ മധ്യമാസ്പൃതാഹ എന്ന ശ്ലോകം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ചണ്ടാളന്മാർ, മുഖ്യന്മാർ, മധ്യമന്മാർ, ഹീനന്മാർ എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. ഇപ്പം ചണ്ടാളന്മാരെ 3ആയിട്ട് തരംതിരിച്ചു: മുഖ്യന്മാർ, മധ്യമന്മാർ, ഹീനന്മാർ. അതിൽ ഈഴവർ, ആശാരി മുതലായ ശില്പികൾ ഇവർ മുഖ്യന്മാർ. അപ്പോൾ ഈഴവരാരാണ്? മുഖ്യരായ ചണ്ടാളന്മാർ.
വേടൻ, പുലയൻ, പറയൻ മുതലായവർ ഹീനന്മാർ. അപ്പൊ ചണ്ടാളന്മാരെ തന്നെ 3 തരത്തിൽ. ആ 3 തരത്തിൽ പുലയരും വേടരും പറയരും ഒക്കെ താഴെയുള്ള ചണ്ടാളന്മാർ. മറ്റു തീണ്ടൽ ജാതിക്കാരെല്ലാം ചണ്ടാളന്മാരാണെന്ന് സിദ്ധിക്കുന്നു. പിന്നെ വേറെയുള്ള ഏത് തീണ്ടൽ ജാതിക്കാരാണെങ്കിലും അവരൊക്കെ ആരാണ്? ചണ്ടാളന്മാരാണ്. ഇദ്ദേഹം എന്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്? സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോഴാകട്ടെ സവർണരെല്ലാം 2 കൈ നീട്ടി ഇതിനെ സ്വീകരിക്കുമൊന്നും ആയിരുന്നില്ല. സനാതനികൾ പലരും വിളംബരത്തെ എതിർത്തു. തിരുവനന്തപുരത്ത് ചേർന്ന ഒരു വലിയ ബ്രാഹ്മണ പൊതുയോഗം രാജാവിന് പിന്തുണ നൽകി. അതേസമയം കൈമുക്ക് വൈദികരും വെളുത്തേടത്ത് തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതിക നമ്പൂതിരിമാർ ഇരിങ്ങാലക്കുടയിൽ കിഴക്കേ മനക്കാട് രാമൻ നമ്പൂതിരിപ്പാടിന് അധ്യക്ഷതയിൽ യോഗം ചേർന്ന വിളംബരത്തെ എതിർത്തു. അവർ തന്നെയാണ് ഇപ്പോൾ എവിടെ പോയിരിക്കുന്നത്? ഹൈക്കോടതിയിൽ പോയി ഈഴവരും പട്ടികജാതിക്കാരും ശാന്തിക്കാരായതിനെ എങ്ങനെങ്കിലും എതിർത്ത് തോൽപ്പിച്ച് തങ്ങളുടെ പാരമ്പര്യാധികാരം ഉറപ്പിക്കാൻ തന്ത്രസമുച്ചയം ഉദ്ധരിച്ചുകൊണ്ട് കോടതി പോയി. 50 പേജുണ്ട് റിട്ട് പെറ്റീഷന്. 50 പേജുള്ള റിട്ട് പെറ്റീഷനിൽ പാരമ്പര്യാധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉദ്ധരിച്ചിരിക്കുന്നത് ഇതിനെയാണ്? തന്ത്രസമുച്ചയത്തിലെ വിപ്രകുലീനഃ കൃത സംസ്ക്രിയൗകഃ എന്ന് പറയുന്ന ശ്ലോകമാണ്. ആര്യാവർത്ത സമുദ്ഭവോ എന്ന് തുടങ്ങുന്ന പ്രയോഗമഞ്ജരിയിലെ ബ്രാഹ്മണാധികാരം ഉറപ്പിക്കുന്ന ശ്ലോകമാണ് 50 പേജിലധികം വരുന്ന റിട്ട് പെറ്റീഷനിൽ ഉദ്ധരിച്ച് ഞങ്ങൾക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരം, ഈഴവരും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ശാന്തി മഠങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരമില്ല, അവിടെ ശരിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല, അവിടെ ഇൻസ്പെക്ഷൻ നടത്തി വേണം എല്ലാം ചെയ്യാൻ. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗം കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ സാഹോദര്യത്തെ ആരാണ് തകർത്തത്? സമുദായങ്ങൾക്കിടയിൽ വൈരം സൃഷ്ടിച്ചത് ആരാണ്? സമുദായങ്ങളെ ശ്രേണീകരിച്ച് തരംതിരിച്ച് അവർക്കിടയിൽ വിഭജനങ്ങൾ തീർത്ത ആരാണ്? അവർക്കിടയിൽ വിഭജനം തീർത്ത ഇന്ത്യൻ ബ്രാഹ്മണ്യമാണെന്നതിന് നിരവധി തെളിവുകളുണ്ട്. അത് ഗ്രന്ഥപ്രമാണങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കായ രേഖകൾ നമ്മുടെ മുമ്പിൽ അണിനിരക്കും. ഇന്ത്യയിലെ സാഹോദര്യത്തെ തകർത്തത് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് എന്ന്. ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് ഇന്ത്യയിലെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സാഹോദര്യത്തെയും സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കിയത് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ്. ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ ഉറക്കെ പറയുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. സഹോദരൻ അയ്യപ്പൻ സഹോദരദിന ഗാനം എന്ന് പറയുന്നൊരു കൃതി, ഒരു ചെറിയ പദ്യം എഴുതുന്നുണ്ട്. അതിൽ പറയും: പുലയരും ബ്രാഹ്മണരും കരത്തോട് കരം കോർത്ത് സമതയിൽ നടക്കേണ്ടും കാലമായല്ലോ, ജാതിഭേദം കൊണ്ടധിക ഖേദമുള്ള സഹചരെ സ്വാതന്ത്ര്യാർത്ഥം നിങ്ങളെല്ലാം ഒത്തുചേരുവിൻ. സഹോദരൻ്റെ ഒരു സന്ദേശമാണ്. പുലയരും ബ്രാഹ്മണരും കരത്തോട് കരം കോർത്ത് സമതയിൽ നടക്കേണ്ടും കാലമായല്ലോ. ചില നാസ്തിക മോർച്ചക്കാർ പറയുന്നത് സഹോദരൻ ഇവൻ വലിയ ജാതിവാദിയായിരുന്നു, അദ്ദേഹം സാമുദായിക പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിച്ചതുകൊണ്ട് അദ്ദേഹം ഒരു ശുദ്ധ നാസ്തികനല്ല എന്നാണ് പറയുന്നത്. അല്ല, അയ്യപ്പനൊരു ശുദ്ധ നാസ്തികനല്ല. അദ്ദേഹത്തിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തെയും ജനാധിപത്യ ബോധത്തെയും സമതാബോധത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഈ കുത്തകപാലനക്കാരായ ആധുനിക നാസ്തിക മോർച്ചക്കാർ സഹോദരനെതിരെ രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് എയ്ഡഡ് കോളേജുകളിൽ നടക്കുന്ന നിയമനങ്ങൾക്കെതിരെ ഈ നാസ്തിക മോർച്ചക്കാർ രംഗത്ത് വരാത്തത്. ഇതുകൂടി നമ്മൾ തിരിച്ചറിയണം. അയ്യപ്പൻ്റെ സമഭാവന എന്ന് പറയുന്നൊരു കവിതയുണ്ട്. അതിൽ പറയും: മനുജന്നിഹ സർവത്തെയും ഒരുമാതിരി കാൺമാൻ, കഴിവേലുകിലതുപോരും അവനുൽഗതി നേടാൻ, നിഗമങ്ങൾ തിരഞ്ഞെന്തിനു വലയുന്നിതു മൂടർ, സമഭാവനയല്ലോ ഗതി സമഭാവന ശരണം. മനുജന്നിഹ സർവത്തെയും ഒരുമാതിരി കാൺമാൻ, കഴിവേലുകിലതുപോരും അവനുൽഗതി നേടാൻ, നിഗമങ്ങൾ തിരഞ്ഞെന്തിനു വലയുന്നിതു മൂഢർ, സമഭാവനയല്ലോ ഗതി സമഭാവന ശരണം. നമുക്ക് ശരണം എന്താണ്? സമഭാവനയാണ്. മനുഷ്യർക്കിടയിലെ സമഭാവനയാണ് നമുക്ക് ശരണമായിട്ടുള്ളത് എന്ന് സമഭാവന എന്ന് പറയുന്ന കവിതയിൽ സഹോദരൻ എഴുതി. മിശ്രവിവാഹ ഗാനം എന്ന് പറയുന്നൊരു ഗാനമുണ്ട്. അതിൽ അയ്യപ്പൻ പറയും:
മമതകൾ, സൗഹൃദങ്ങൾ, പ്രണയങ്ങൾ, വിവാഹങ്ങൾ, ചെറു ജാതിമത വൃത്തങ്ങളുടെ അതിരുകൾ അതിലംഘിച്ചുളവാകും സ്ഥിതി വന്ന് ഒരു ജാതിമതാദർശം വെൽവുവതാവുക എന്ന് അയ്യപ്പൻ പറയും. അപ്പം ഇങ്ങനെ സമുദായങ്ങൾക്കിടയിൽ സൗഹൃദം വേണം, പ്രണയങ്ങൾ വേണം, വിവാഹങ്ങൾ വേണം. ചെറു ജാതിമത വൃത്തങ്ങളുടെ അതിരുകളെല്ലാം ഉല്ലംഘിച്ച് മനുഷ്യര് ഒരു ജാതി എന്ന് പറയുന്ന മതാദർശത്തിലേക്ക് ഉയരണം. എന്താണ് ഒരു ജാതി എന്ന് പറഞ്ഞാൽ? അത് ഗുരുസ്വാമികൾ പറഞ്ഞ മനുഷ്യജാതി എന്ന് പറയുന്ന മഹത്തായ തലത്തിലേക്ക് ഉയരണമെന്നാണ് അയ്യപ്പൻ പറഞ്ഞു വെച്ചത്. അയ്യപ്പൻ്റെ പരിവർത്തനം എന്ന് പറയുന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ പറയും, ഇന്നത്തെ ദിവസത്തിൽ ഇത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കൃതി കൂടിയാണ്. മറ്റുള്ള മനുഷ്യരെ താണവരാക്കി നിർത്തി മുറ്റുമേ സ്വാർത്ഥം കാണാൻ ബ്രാഹ്മണൻ പണിതുള്ള നിഷ്ഠൂര വിദ്യതാ നിൽക്കുന്നീ രാജ്യത്തിൻ്റെ ദുർഭഗസ്ഥിതിക്കൊക്കെ ഏകമാം നിദാനമായി. അപ്പം മറ്റുള്ള മനുഷ്യരെ താണവരാക്കി നിർത്തി മുറ്റുമേ സ്വാർത്ഥം കാണാൻ ഈ ബ്രാഹ്മണ്യം പണിത നിഷ്ഠൂര വിദ്യ അതാ നിൽക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ദുർഭഗസ്ഥിതിക്ക്, ഈ രാജ്യം നശിച്ചു പോകാൻ പ്രധാനപ്പെട്ട കാരണം ബ്രാഹ്മണ്യമാണ് എന്ന് പരിവർത്തനത്തിൽ അയ്യപ്പൻ കുറിച്ചു. ഹൈന്ദവമാം മതം, സനാതനധർമ്മം, പിന്നെ വർണ്ണാശ്രമധർമ്മം എന്നീ വകപ്പേരുകളാൽ അറിയപ്പെടുന്നത് ദുർജ്ഞേയം നരനിന്ദാ നിയമം, പരസ്യമാം ജനവഞ്ചനാക്രമം. ഹൈന്ദവം എന്ന മതമെന്ന പേരിലും സനാതനധർമ്മം എന്ന പേരിലും വർണ്ണാശ്രമധർമ്മം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ സംഗതി എന്താണ്? നരനിന്ദാ നിയമം. മനുഷ്യരെ നിന്ദിക്കുന്നു. ഇത് പരസ്യമാം ജനവഞ്ചനാശ്രമം, പരസ്യമായിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്നു, വർണ്ണാശ്രമം എന്ന് അയ്യപ്പൻ കുറിച്ചു. ബ്രാഹ്മണമറിവായ വിദ്യയ്ക്കു വശപ്പെട്ട് ബ്രാഹ്മണൻ ചൊൽവതെല്ലാം അങ്ങനെ കണ്ടിടുന്നു. വളരെ കറക്റ്റാണ്. ദൈവത്തെ പിശാചായും പിശാചേ ദൈവമായും വർണ്ണിക്കും ബ്രാഹ്മണന്റെ വൈഭവം ഭയങ്കരം. അധർമ്മമാക്കിയവൻ ധർമ്മത്തെ, അധർമ്മത്തെ അതുലധർമ്മമാക്കി എന്തൊരു വ്യാമോഹകൻ. ഈ ബ്രാഹ്മണ്യം എത്ര വ്യാമോഹം പിടിച്ച് മനുഷ്യരെ ഏറ്റവും അധമരായി കാണുന്ന, ദൈവത്തെ പിശാചാക്കുകയും പിശാചിനെ ദൈവമാക്കുകയും ചെയ്യുന്ന നിഷ്ഠൂരമായ മതമാണ് ഈ വർണ്ണാശ്രമധർമ്മമെന്ന് സഹോദരൻ അയ്യപ്പൻ കുറിച്ചു. മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും ബോധമുണ്ടെങ്കിൽ നമ്മൾ പേറുമോ ഹിന്ദുത്വത്തെ. മാനത്തെ നോക്കുകിലും ആദായം നോക്കുകിലും ബോധമുണ്ടെങ്കിൽ നമ്മൾ പേറുമോ ഹിന്ദുത്വത്തെ. എനിക്ക് തോന്നുന്നൊരു കാര്യം, കേരള ചരിത്രത്തിൽ ഹിന്ദുത്വം എന്ന് ആദ്യം ഉപയോഗിച്ചത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ്. ഹിന്ദുത്വ എന്ന വാക്ക് ബ്രാഹ്മണ്യത്തിനെതിരെ ആദ്യം പ്രയോഗിച്ചത് സാക്ഷാൽ സഹോദരൻ അയ്യപ്പനാണ്. ബോധമുണ്ടെങ്കിൽ നമ്മൾ പേറുമോ ഹിന്ദുത്വത്തെ. ബോധമുള്ള മനുഷ്യരാരെങ്കിലും ഈ ഹിന്ദുത്വ ബ്രാഹ്മണ്യത്തെ തലയിലേറ്റിക്കൊണ്ട് നടക്കുവോ എന്ന് അയ്യപ്പൻ ചോദിച്ചു. ജന്തുയാഗവും ജാതിഭേദവും തന്നെ സാക്ഷാൽ ഹിന്ദുധർമ്മമായി അറിയപ്പെടുന്നൊരു മതം. എന്നതിൻ സാഹിത്യവും എന്നതിൻ ചരിത്രവും എന്നതിൻ പരമ്പരാ പതിവും ചൊല്ലിയിടുന്നു. വേദസംഹിതകളും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളും വേദാന്തമോധോമുപനിഷത്തിൻ നിരകളും സ്മൃതികൾ പുരാണങ്ങൾ ഇതിഹാസാദികളും വിധികൾ ചെയ്യുന്നതും ചൊൽവതും അതു തന്നെ. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയാൽ നിന്നിടുന്നു ജാതി തൻ ഹിന്ദുമതം. ജാതിയെ വിധിക്കുന്നു, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയാൽ നിന്നിടുന്നു ജാതി താൻ ഹിന്ദുമതം. ആലോചിച്ചു നോക്കൂ,
ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന, വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതുപോലെ ഉത്കടമായ ശബ്ദത്തിൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി താൻ ഹിന്ദുമതം എന്ന്. അദ്ദേഹത്തിൻ്റെ ജാതിഭാരതം എന്ന് പറയുന്ന ഒരു കവിത കൂടിയുണ്ട്. അതിൽ പറയും, ജാതിക്കുശുംബാർഷമേന്മ പൂണ്ടു ഭാരതഭൂവിൽ സാധുവർഗ വളർച്ചയ്ക്കു വെച്ചു ക്രൂരവിലക്കുകൾ. ഞാൻ പ്രസക്ത ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്രേന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടിനാർ. ആർഷത്തിൻ്റെ ചവിട്ടേറ്റാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വലഞ്ഞത്. ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ്? ആർഷഭാരത ധർമ്മം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വരിക. എന്നിട്ട് ഗുരുവിനെ കൂടി ഈ ആർഷഭാരത ഋഷി പാരമ്പര്യത്തിലെ ഒരു വക്താവാക്കാൻ ശ്രമിക്കുക. സഹോദരനെ താക്കീത് കൊടുത്തു, ഈ ആർഷം ഞങ്ങളുടേതല്ല, ഈ ആർഷം ഞങ്ങളെ ചവിട്ടിയ ആർഷമാണ്. ഈ ചവിട്ടേറ്റ ആളുകൾ ഈ ആർഷത്തെ തൂക്കിക്കൊണ്ട് നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെച്ചത്. അയ്യപ്പൻ എഴുതി, അവരിൽ നിന്നൊരു മഹാൻ പൊങ്ങി വന്നു മഹോജ്വലൻ, ദീവേദൂഷി ശേഷികളാൽ വിസ്മയായുധ ഭാരതൻ. അധസ്തോദ്ധാരണം മുഖ്യ ജീവിതവ്രതമാക്കിയോൻ, ആരോടും അതിനേറ്റ് ജയക്കൊടി പറത്തിയോൻ. അംബേദ്കർ എന്ന തന്നാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം. ഇങ്ങനെ ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ജനങ്ങൾ വലയുമ്പോൾ അവരിൽ നിന്നൊരു മഹാൻ പൊങ്ങി വന്നു, മഹോജ്വലൻ. അതാരാണ്? സാക്ഷാൽ ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ എന്ന തന്നാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം. ഭാവിയുടെ ഭാരതം അദ്ദേഹത്തിൻ്റെ അംബേദ്കർ എന്ന് പറയുന്ന നാമം ഒരു ചതുരക്ഷരി മന്ത്രം പോലെ ജപിക്കുമെന്ന് സഹോദരൻ അയ്യപ്പൻ ദീർഘദർശനം ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ജാതി നിൽക്കുന്നത് ഭിന്ന സമുദായങ്ങൾ തമ്മിൽ വിവാഹമോ പന്തിഭോജനമോ പാടില്ലെന്നുള്ള നിഷേധത്തിൻ്റെ ബോധ്യത്തിലാണ് എന്ന് അയ്യപ്പൻ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. കൊല്ലവർഷം 1102 സഹോദരനിൽ അദ്ദേഹം എഴുതി, സഹോദരരെ, ഇന്ത്യയുടെ വിശേഷിച്ച് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കെല്ലാം തടസ്സമായി നിൽക്കുന്ന ജാതി ഇല്ലാതാക്കുക. അതിന് നിങ്ങൾക്ക് മേലെയുള്ളവരെന്ന് പറയുന്നവരോട് ചേരാനല്ല, താഴെയുള്ളവരെന്ന് പറയുന്നവരെ നിങ്ങളോട് ചേർക്കുവാനാണ് പ്രധാനമായി നോക്കേണ്ടത്. അതാണ് അയ്യപ്പൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ചെയ്തത് അതാണ്. അദ്ദേഹത്തിന് പുലേൻ അയ്യപ്പൻ എന്ന പേരിന് അർഹനാക്കി മാറ്റിയത്. അയ്യപ്പൻ പറഞ്ഞു, റാവു സാഹിബ് എന്ന് പറയുന്ന എൻ്റെ ബിരുദത്തെക്കാട്ടിലും ഞാൻ അഭിമാനിക്കുന്നത് പുലേൻ അയ്യപ്പൻ എന്ന എൻ്റെ പേരാണ് എന്ന് സഹോദരൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആദ്യത്തെ ശ്രമം ജാതി ഉറപ്പിക്കും. മേലെയുള്ള ആളുകളോട് ജാതി ശ്രേണീകരണം മേലെയാക്കിയവരോട് ചേരാനുള്ള ശ്രമം ജാതി ഉറപ്പിക്കുകയാണെങ്കിൽ രണ്ടാമത്തേത് ജാതി ഉടയ്ക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നു. 1121 ധനുമാസം 8-ാം തീയതി കൊച്ചി SNDP യോഗത്തിൻ്റെ ഒരു സുപ്രധാനമായ അവകാശ പ്രഖ്യാപനം നടക്കുന്നുണ്ട്. ആ അവകാശ പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അവകാശ പ്രഖ്യാപനം നമ്മളിന്ന് കേൾക്കേണ്ടതാണ്. ഇന്നത്തെ SNDP കേൾക്കേണ്ടതാണ്. ശ്രീനാരായണീയരായ മുഴുവൻ ആളുകളും കേൾക്കേണ്ടതാണ് അവകാശ പ്രഖ്യാപനം. മുസ്ലിങ്ങൾ ശത്രുക്കളാണെന്ന് പറഞ്ഞവരും കേൾക്കേണ്ടതാണ് അന്നത്തെ SNDPയുടെ ഈ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, ആ പ്രഖ്യാപനത്തിലുള്ള 1121 ധനുമാസം 8-ാം തീയതി കൊച്ചി SNDP യോഗത്തിൻ്റെ അവകാശ പ്രഖ്യാപനമാണ്. മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ്. ജീവിക്കാനും വളരാനുമുള്ള അവകാശം എല്ലാ സമുദായങ്ങൾക്കുമുണ്ട്. ഇതാണ് സത്യം. ഇതാണ് ധർമ്മം. ഇതാണ് നീതി. ഇതിനെതിരായതെല്ലാം അസത്യവും അധർമ്മവും അനീതിയുമാകുന്നു. ഇതിനെതിരായിട്ടല്ലേ സവർണ സംവരണം പാസ്സാക്കിയത്? ഇതിനെതിരായിട്ടല്ലേ EWS എന്ന ഓമനപ്പേരിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്ന് ഇന്ത്യയിലെ അവർണ ജനതയെ ചതിച്ചത്? വാമനൻ വന്ന് ചതിച്ചതുപോലെ. സത്യത്തിൽ
EWS എന്ന 3 പേരിൽ അറിയപ്പെടുന്ന EWS വാമനന്റെ 3 അടികളാണ്. വാമനൻ 3 അടി വെച്ച് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതുപോലെ സവർണ സംവരണം എന്നറിയപ്പെടുന്ന 3 പദാവലികളിലൂടെ ബ്രാഹ്മണ്യവാമനൻ ഇന്ത്യയിലെ അവർണ ജനതയെ ചവിട്ടിത്താഴ്ത്താനുള്ള ശ്രമമാണ് സവർണ സംവരണത്തിലൂടെ നടപ്പിലാക്കിയത്. അതൊരു വാമനാദർശമാണ്. സവർണ സംവരണം എന്ന് പറഞ്ഞാൽ വാമനാദർശമാണ്. ഇന്ത്യയിലെ അവർണ ജനതയെ ചവിട്ടിത്താഴ്ത്താനുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ കൊടിയ ബുദ്ധിയാണ് വാമനാദർശം. ആ വാമനാദർശം വെടിഞ്ഞിടണമെന്നാണ് സഹോദരൻ അയ്യപ്പൻ ആഹ്വാനം ചെയ്തത്. ആ അവകാശ പ്രഖ്യാപനം തുടരുന്നു. ഇന്ത്യയിൽ സമുദായങ്ങൾ തമ്മിൽ സാമൂഹ്യ സമ്പർക്കമില്ലാതെ ഉയർച്ച താഴ്ച വിശ്വാസങ്ങളോടും ശുദ്ധാശുദ്ധ വിചാരങ്ങളോടും കൂടി കഴിയുന്നു. അതിൻ്റെ ഫലമായി ഉയർന്നവരെന്ന് പറയുന്നവർക്ക് സ്വാതന്ത്ര്യവും ശക്തിയും, താണവരെന്ന് പറയുന്നവർക്ക് അസ്വാതന്ത്ര്യവും അവശതയും അനുഭവമാകുന്നു. ഈ സ്ഥിതിയിൽ ഓരോ സമുദായങ്ങൾക്കും രാഷ്ട്രീയമായും സാമുദായികമായും സാംസ്കാരികമായും പ്രത്യേക താല്പര്യങ്ങൾ ആവശ്യമുണ്ടായിത്തീരുന്നു. സമുദായം പ്രതി പ്രത്യേക താല്പര്യങ്ങൾ ഇല്ലാതാകണമെങ്കിൽ സമുദായ വ്യത്യാസങ്ങൾ പോയി സമുദായങ്ങൾ ഒന്നിക്കണം. ഈ ഐക്യം സാധിക്കുവാനും അത് സാധിക്കുന്നത് വരെ സമുദായങ്ങൾ തമ്മിൽ യോജിപ്പിൽ കഴിയുവാനും തന്നെ ഓരോ സമുദായങ്ങളും മറ്റ് സമുദായങ്ങളോടൊപ്പം അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളവരാകേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും തുല്യമായിട്ട് അവകാശം കിട്ടണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരള സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ആ കണക്കിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം സുദേശേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൽ ഹയർ ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥരുടെ കണക്ക് എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. SC/ST ആണെങ്കിൽ സീപ്പർമാർ മുതൽ ഹയർ ഗ്രേഡ് വരെയുള്ളവരെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ ഉള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ രസം കോട്ടാൻകോട്ടിൽ ഇപ്പോൾ തെങ്ങ് കയറ്റത്തിനാണെങ്കിൽ 100% സംവരണം ആർക്ക്? പട്ടികജാതിക്കാർക്ക്. ദേവസ്വം കമ്മീഷണറുടെ പോസ്റ്റ് വിളിക്കണം, അപ്പോൾ അറിയാം. അത് 100% EWS ആയിരിക്കും. അപ്പം ഞാനിത് ഉദാഹരണമായി സൂചിപ്പിക്കാൻ കാരണം, ഏതൊക്കെ ഉയർന്ന തസ്തികയിൽ ഏതൊക്കെ ജാതി വിഭാഗങ്ങൾ ഇരിക്കുന്നു നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിരിക്കുക. ആരാ പൊടിയിട്ടതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ പൊടി നമ്മൾ മാറ്റണം. ആ പൊടി മാറ്റാനുള്ള ഔഷധമാണ് സഹോദരൻ അയ്യപ്പൻ്റെ ചിന്തകൾ വീണ്ടും വിചാരം ചെയ്യുന്നതിലൂടെയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയ സാമുദായിക രാഷ്ട്രീയവും ജനാധിപത്യ ചിന്തകളെയും വീണ്ടെടുക്കുക എന്നതിലൂടെയും നമുക്ക് നിർവഹിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം. അയ്യപ്പൻ പറയും, പ്രത്യേക അവകാശങ്ങൾ അനുഭവിക്കുന്ന സ്ഥാപിത താല്പര്യക്കാരായ സമുദായക്കാർ യാഥാസ്ഥിതികരും സ്വാഭാവികമായി പുരോഗമന വിരോധികളുമായിരിക്കും. അതിന് ഉദാഹരണം തേടി നമ്മൾ എങ്ങും പോകണ്ട. ശബരിമല കലാപകാലം നോക്കിയാൽ മതി. ആരാണ് അതിനെതിരെ രംഗത്ത് വന്നത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ ആരാണ് റോഡിലിറങ്ങിയത്? ഏതൊരു കാര്യം വന്നാലും അതിനെല്ലാം ആരാണ് രംഗത്തിറങ്ങി നോക്കിയാൽ മതി. അത് ധർമ്മസൂത്രങ്ങളിൽ പറയുന്ന ശൂദ്രരെ, അവരുടെ ആധുനിക പിൻതലമുറക്കാരാണ് റോഡിലെല്ലാം കലാപം സൃഷ്ടിക്കുന്നത്. പുരോഗമനേച്ഛകളായിട്ടുള്ളവരാരാണ്? അത് അയ്യപ്പൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ കേരളത്തിലെ അവർണ സമുദായങ്ങളാണ്. സൃഷ്ടിപരമായ പുരോഗമന ആശയങ്ങളുടെ ആദർശങ്ങളും ഇല്ലായ്മക്കാരായ അവശ്യ സമുദായങ്ങളുടെ ഇടയിലാണ് ഉദയം കൊള്ളുന്നത്. അതുകൊണ്ട് അവശ്യ സമുദായങ്ങൾ അധികാരാവകാശങ്ങൾ സമ്പാദിച്ച് ശക്തരാകേണ്ടത് അവരുടെ മാത്രമല്ല പൊതുവെ ജനങ്ങളുടെ മുഴുവൻ പുരോഗതിക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ സംവരണത്തെ പറ്റി പറഞ്ഞാൽ ആരായി? സമുദായവാദിയായി. സഹോദരൻ അയ്യപ്പൻ്റെ കാലത്ത് സമുദായവാദിയായിരുന്നു. ഇപ്പോൾ അത് സ്വത്വവാദം എന്ന് പറഞ്ഞ് രോമനെ പേരിട്ട ഇങ്ങനെ ചാപ്പ മുദ്ര തയ്യാറാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ വരുന്ന മുറക്ക് ഇങ്ങനെ കുത്തിക്കൊടുക്കും. ആ മുദ്ര കുത്തലിലൊന്നും പുതിയ അവർണ ജനത തളരാൻ പോകുന്നില്ല. ഞങ്ങളെല്ലാവരും സഹോദരൻ അയ്യപ്പൻ്റെ പിന്തുണമുറക്കാരാണ്. സഹോദരൻ അയ്യപ്പനും നാരായണ ഗുരുസ്വാമികളും ഡോക്ടർ BR അംബേദ്കറും മുന്നോട്ട് വെച്ച ജനാധിപത്യത്തിൻ്റെ പതാക മുന്നോട്ട് വഹിച്ചുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ സഞ്ചരിക്കുമെന്നാണ് ഈ വേദിയിൽ എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. അല്ലാതെ ഏതെങ്കിലും മുദ്രയാർത്തി തന്നൊന്നും പരാജയപ്പെടുത്താവുന്നൊന്നും ആരും വിചാരിക്കേണ്ട. അത്തരം പ്രചാരണങ്ങളൊക്കെ കൈവച്ചാൽ മതി. അതുകൊണ്ട് രാഷ്ട്രീയ അധികാരമില്ലായ്മയാണ് അവസര സമത്വത്തിനുള്ള പ്രധാന പ്രതിബന്ധം.
രാഷ്ട്രീയ അധികാരമുള്ള ജനങ്ങൾ ഭരിക്കുന്നവരും അതില്ലാത്തവർ ഭരിക്കപ്പെടുന്നവരുമായിരിക്കും. അദ്ദേഹം അത് സമുദായഗാനത്തിൽ പറയുന്നുണ്ട്. ഭരണശക്തി കയ്യിലുള്ള ജനതകൾക്കു കീഴ്ന്നമർന്നവരൊക്കെ അവശരായി നിന്നിടുന്നു ധീരരായി. ഭരണശക്തി തന്നിലുള്ള പങ്കു നമ്മൾ നേടണം, അതിനു നമ്മൾ ഒത്തുചേർന്ന് പൊരുതിടേണം സഹചരേ. ഭരണശക്തി കയ്യിലുള്ള ജനതകൾക്കു കീഴമർന്നവരൊക്കെ അവശരായി നിന്നിടുന്നു ധീരരായി. ഭരണശക്തി തന്നിലുള്ള പങ്കു നമ്മൾ നേടണം, അതിനു നമ്മൾ ഒത്തുചേർന്ന് പൊരുതിടേണം സഹചരേ. സഹോദരൻ അയ്യപ്പൻ്റെ ഈ വാക്കുകളാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാനുള്ളത്. അവസാന കാലത്ത്, പിൽക്കാലത്ത് വിജ്ഞാനവർദ്ധിനി സഭ അയ്യപ്പനെ തിരിച്ചറിയുകയുണ്ടായി. ഒരു മംഗളപത്രം നൽകി ആദരിക്കുവാൻ അയ്യപ്പനെ പുറത്താക്കിയ വിജ്ഞാനവർദ്ധിനി സഭ പിൽക്കാലത്ത് തീരുമാനിച്ചു. ആ മംഗളപത്രത്തിൽ ഇങ്ങനെ കുറിച്ചു അയ്യപ്പനെ പറ്റി: സമുദായ പ്രാതിനിധ്യവാദം സമുദായ ഭിന്നിപ്പിനെ അല്ല, സമുദായ മൈത്രിയാണ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങയുടെ എതിരാളികൾ പോലും ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് സമുദായ പ്രാതിനിധ്യവാദം എന്താണ്. അത് പ്രാതിജനാധിപത്യം എന്ന് പറയുന്ന ആശയവും അതിനോടൊപ്പം ഇന്ത്യയിൽ സാഹോദര്യം നിലനിൽക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഉപാധി സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാകണമെങ്കിൽ, ജനങ്ങൾക്കിടയിൽ സമത്വം നിലനിൽക്കണമെങ്കിൽ, ജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? പ്രാതിനിധ്യ ജനാധിപത്യം ഉറപ്പാക്കണം. സമുദായ പ്രാതിനിധ്യം ഉള്ളിടത്ത് മാത്രമേ സമുദായ മൈത്രി നിലനിൽക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് സമുദായ മൈത്രി നിലനിൽക്കാത്തത്? സമുദായ മൈത്രി നിലനിൽക്കാത്തതിന് കാരണം ചില പ്രത്യേക ആൾക്കാർ കുത്തകയായി അധികാരത്തെയും അവകാശങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും സഹകരണവും ഉണ്ടാകണമെങ്കിൽ പ്രാതിനിധ്യം ഒരു സ്വാഭാവിക വ്യവസ്ഥയായി മാറണം. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ എഴുതി, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സാഹോദര്യമില്ലാത്തത് കൊണ്ടാണ് ജാതി സെൻസസിനായിട്ട് മുറവിളി കൂട്ടേണ്ടി വരുന്നത്. കാരണം സാഹോദര്യമില്ല. നിങ്ങളവിടെ കിടന്ന് അനുഭവിക്കുക, നിങ്ങൾ എന്തായാലും നമുക്കെന്ത്. സാമുദായിക സെൻസസിനായിട്ട് മുറവിളി കൂട്ടേണ്ടി വരുന്നു. അതേസമയം സവർണ സംവരണത്തിന് വേണ്ടി ഒരു പോസ്റ്റർ പോലും എഴുതി 100 ഗ്രാം മൈദായ്ക്ക് പോലും കാശ് മുടക്കണ്ട. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും എഴുതി ഇടണ്ട, ഫേസ്ബുക്കിലും എഴുതി ഇടണ്ട, ഒന്നും വേണ്ട. അത് അറിഞ്ഞങ്ങ് ചെയ്യും. കാരണം എന്താണ്? സാഹോദര്യമില്ല. ഇന്ത്യയിലെ അവർണ ജനതയോട് സ്നേഹമില്ല ഭരണകൂട ശക്തികൾക്ക്. ഇന്ത്യയിലെ അവർണ ജനത നരകിച്ച് നാറാണക്കല്ലായാലും അവരോട് യാതൊരു ദയവും അനുകമ്പയും ഈ ഭരണകൂട ശക്തികൾക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സാമുദായിക സെൻസസ് നടത്തുന്നതിൽ നിന്നും പിന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെ ആയാലും ഒരു പ്രശ്നവുമില്ല. വിജ്ഞാനവർദ്ധിനി സഭ പറഞ്ഞു, സാമുദായിക മൈത്രിയുടെ പ്രവാചകനായി അങ്ങ് നിയമസഭയിൽ ശോഭിച്ചു. അയ്യപ്പനെ പുറത്താക്കിയ സഭക്കാർ പിന്നീട് പറയുന്നതാണ്, സമുദായ മൈത്രിയുടെ പ്രവാചകനായി അങ്ങ് നിയമസഭയിൽ ശോഭിച്ചു. കേരളം കണ്ട ഏറ്റവും മഹാനായ ദൈക്ഷണികൻ, ഏറ്റവും മഹാനായ യുക്തിചിന്തകൻ, സ്വതന്ത്ര ചിന്തകൻ, കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവകാരി, കേരളം കണ്ട ഏറ്റവും വലിയ സമുദായ സ്നേഹി, കേരളം കണ്ട ഏറ്റവും വലിയ സമുദായ പരിഷ്കർത്താവ്, ശ്രീനാരായണന്റെ യഥാർത്ഥ ശിഷ്യൻ, ഏറ്റവും ആദർശയുക്തമായ രീതിയിൽ മന്ത്രിസ്ഥാനം പോലും അലങ്കരിച്ച വ്യക്തി. ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും ഇത്തരമൊരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനോ കണ്ടുമുട്ടാനോ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലൂടെ, അദ്ദേഹം കടന്നുപോയ ജീവിതത്തിലൂടെ, അദ്ദേഹം കടന്നുപോയ തീഷ്ണമായ ജീവിത സബരിയിലൂടെ കണ്ണോടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞേക്കും. ചിലപ്പോൾ
ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വലിയ വേദനകൾ നിറയാൻ പോലും സാധ്യതയുണ്ട്. അത്രയേറെ ആഴത്തിൽ അവർണ ജനതയ്ക്കു വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച മഹാത്മാവ്. അതുകൊണ്ട് കേരളം മുഴുവൻ ആഘോഷിക്കേണ്ടതാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മദിനം എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം 1112 മകരമാസം 4-ാം തീയതി ആലപ്പുഴയിൽ SNDPയുടെ ഒരു വിശേഷ യോഗം നടന്നു. ആ യോഗത്തിൽ അയ്യപ്പൻ ഒരു പ്രസ്താവന നടത്തി. CP രാമസ്വാമിയാണ് അതിൻ്റെ ഉദ്ഘാടകൻ. അദ്ദേഹത്തെ കൂടി ഇരുത്തിക്കൊണ്ട് ഇതെല്ലാം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ സനാതന ധർമ്മവാദികളും കൂടി ഇതൊന്ന് കേട്ടോണം. അയ്യപ്പൻ പറഞ്ഞത്, അദ്ദേഹം ഗുരു ധർമ്മത്തെ മനസ്സിലാക്കിയിരുന്നത് സനാതനികൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരുന്നില്ല. സനാതനികൾ കുറഞ്ഞപക്ഷം അവരിലെ യാഥാസ്ഥിതികന്മാരെങ്കിലും മനസ്സിലാക്കുന്നത് ധർമ്മമെന്നാൽ അണുപോലും വ്യത്യാസപ്പെടുത്താൻ പാടില്ലാത്ത സനാതന ധർമ്മമെന്നാകുന്നു. ധർമ്മത്തെ പറ്റിയുള്ള ഈ വ്യാഖ്യാനമാണ് അനേക നൂറ്റാണ്ടുകളായി ഇന്ത്യക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദൗർഭാഗ്യം. ഇത് നിമിത്തം മതത്തിന് തന്നെയല്ല കലകൾക്കും സന്മാർഗത്തിന് പോലും ഉടവ് തട്ടിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. ഇന്ത്യക്ക് യാതൊരു പുരോഗതിയുമില്ലാതെ വളരെ കാലം കിടന്നു പോകാനും ഇത് തന്നെയാണ് കാരണം. ഏത്? സനാതനധർമ്മം. ശ്രീനാരായണൻ ധർമ്മത്തിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകി. ധർമ്മം അനശ്വരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ സനാതനികളുടെ ധാരണയ്ക്കെതിരായ ഒന്നായിരുന്നു അത്. എന്നും വളർന്നുകൊണ്ടിരിക്കുന്നതും ശക്തിയേറിയതും നശിക്കാത്തതുമായ ഒന്നായിട്ടാണ് അദ്ദേഹം ധർമ്മത്തെ മനസ്സിലാക്കിയിരുന്നത്. ധർമ്മത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിന് പിന്തുണയായി അദ്ദേഹം വേദങ്ങളെ ഉദ്ധരിച്ചിരുന്നില്ല. തനിക്ക് അതിനെപ്പറ്റി ശരിയായ അനുഭവം ഉണ്ടായിരുന്നതിനാലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പം നാരായണ ഗുരു എന്തുകൊണ്ടാണ് വേദം ഉദ്ധരിക്കാതിരുന്നത്? അതിനെപ്പറ്റി ശരിയായി ഉള്ളത് കൊണ്ടാണ് എന്ന് അയ്യപ്പൻ മാഷ് പറയുന്നു. ഇടുങ്ങിയ മതത്തിനകത്ത് അദ്ദേഹം ധർമ്മത്തെ നിർത്തിയിരുന്നില്ല. കാലാനുസരണം യോഗക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ് അദ്ദേഹം അതിനെ വീക്ഷിക്കുന്നത്. 5/6/1109 പള്ളുരുത്തിയിലൊരു യോഗം നടന്നു. ആ യോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുവരെ സാക്ഷാൽ ഗാന്ധിയോട് ആരും പറയാൻ ധൈര്യപ്പെടാത്ത പല കാര്യങ്ങളും സഹോദരൻ അയ്യപ്പൻ അന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ സ്തുതിപാഠങ്ങളാണല്ലോ, വേദം പോലെ സ്തുതിപാഠങ്ങളാണ്. പക്ഷെ അന്ന് യാഥാർത്ഥ്യങ്ങളെ ചരിത്രപരമായി തുറന്നു പറയുവാൻ അയ്യപ്പന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. സാധാരണ മംഗളപത്രം കൊടുക്കുമ്പോൾ മംഗളപത്രം വാങ്ങിക്കുന്ന ആളുടെ സ്തുതികളാണല്ലോ മംഗളപത്രത്തിൽ പറയുക. ഇന്ന മഹാൻ പല കാര്യങ്ങളും ചെയ്തു എന്നൊക്കെയാണ് അതിൽ പറയുക. സഹോദരൻ അയ്യപ്പൻ അതല്ല ചെയ്തത്. അതിലൊരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. അധകൃതരുടെ പ്രത്യേക പ്രാതിനിധ്യത്തിന് വേണ്ടി 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഡോക്ടർ അംബേദ്കർ നടത്തിയ ധീരമായ സമരത്തിന് എതിരായി നിന്നപ്പോൾ, ഗാന്ധി എതിരായി നിന്നപ്പോൾ ഡോക്ടർ അംബേദ്കറുടെ അധകൃത നേതൃത്വത്തെ താങ്ങി ഞങ്ങളുടെ സഭ സാങ്കി പ്രഭുവിന് ഒരു കേബിൾ അയച്ചിരുന്ന വിവരം ഞങ്ങൾ ആദ്യമായി അങ്ങയെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൽ പരം എന്തു വേണം? മുഖമടച്ച് വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്ന പോലെ ഗാന്ധിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് ഡോക്ടർ അംബേദ്കറെ ആര് പിന്തുണച്ചത്? സഹോദരൻ അയ്യപ്പൻ പിന്തുണച്ചത്. ഇതൊരു സഹോദരന് മാത്രം നടക്കുന്ന കാര്യമാണ്, വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അയിത്തം ഉൾപ്പെടെയുള്ള അധകൃതരുടെ അവശതകൾക്കെല്ലാം പറ്റിയ പരിഹാരം അവർക്ക് രാഷ്ട്രീയാധികാരം വരുന്നതാണെന്നും അതിപ്പോഴത്തെ സ്ഥിതിഗതിയിൽ പ്രത്യേക പ്രാതിനിധ്യ പരിരക്ഷകൾ കൂടാതെ അവർക്ക് കിട്ടുകയില്ലെന്നുമാണ് ഞങ്ങളുടെ അഭിപ്രായം. ഭരണപരിഷ്കാര വ്യവസ്ഥയിൽ ഈ പരിരക്ഷകൾ ഉൾപ്പെടുത്തുന്നതിന് വിരോധിയായിട്ടാണ് അങ്ങ് നിൽക്കുന്നത്. സംവരണത്തിനെതിരാണ് ഗാന്ധി എന്നാണ് പച്ചയ്ക്ക് സഹോദരൻ പറഞ്ഞത്. അത് അങ്ങ് ജാതി ഹിന്ദുക്കളുടെ രാഷ്ട്രീയ ചിന്തയിൽ ദീർഘകാലം പഴകിപ്പോയത് കൊണ്ടും അത് ഒഴിവാക്കാൻ അങ്ങേക്ക് ഇതേവരെ സാധിക്കാത്തത് കൊണ്ടാണെന്നുമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.
ഇതെല്ലാം അദ്ദേഹത്തെ ബാധിച്ച ജാതി ഹിന്ദുത്വ ബോധത്താലാണ് എന്ന് സഹോദരൻ കൊല്ലവർഷം 1109 തന്നെ എഴുതി. കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ടത് അദ്ദേഹം പറയുന്നു. പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ പ്രശ്നങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. മിസ്റ്റർ ഇളയ പെരുമാളായിരുന്നു അതിൻ്റെ ചെയർമാൻ. മഹാനായ ഡോക്ടർ അംബേദ്കറുടെ സഹപ്രവർത്തകനും പ്രമുഖ അനുയായിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റുമായ മിസ്റ്റർ ഗൈക്വാഡ് ഈ കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്നു. ഒരിക്കൽ ഈ ഗൈക്വാഡും കമ്മിറ്റിയിലെ മറ്റംഗങ്ങളും കൂടി അയ്യപ്പനെ സന്ദർശിക്കുവാൻ സഹോദര ഭവനിൽ ചെന്നു. അയ്യപ്പനെ കണ്ടു, ആദരവോടെ പരിചയപ്പെട്ടു, ചോദിച്ചു, ജാതി നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? അയ്യപ്പൻ മടി കൂടാതെ പറഞ്ഞു, ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക. ഇപ്പം ശശി തരൂർ പ്രകൃതികളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നല്ലൊരു ഹിന്ദുമതമുണ്ട്, നമുക്ക് വേർതിരിച്ചെടുക്കാവുന്ന, അതിനകത്ത് ഇങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ നല്ല മതത്തെ കിട്ടും. ആ നല്ല മതം മറ്റേ ജീർണ മതത്തോട് പോരാടും. വൈരുദ്ധ്യാത്മക ഡയലറ്റിക്സേ, വൈരുദ്ധ്യാത്മകത, പരസ്പരം പോരടിച്ചത് പ്രശ്നം. ഈ ഡയലറ്റിക്സ് അയ്യപ്പൻ അറിയാൻ വയ്യാത്തത് കൊണ്ടായിരുന്നില്ല. ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഹിന്ദുയിസം സമാപ്തീകരിക്കാതെ രാജ്യം രക്ഷപ്പെടില്ല എന്ന് അയ്യപ്പൻ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. അത് മടി കൂടാതെ അദ്ദേഹം പറയുകയും ചെയ്തു. വാസ്തവത്തിൽ അയ്യപ്പൻ്റെ വാക്കുകളാണ്, വാസ്തവത്തിൽ നമ്പൂതിരിയും പുലയനും രണ്ട് ജാതിയാണോ? പുലച്ചിയിൽ നമ്പൂതിരിക്കും നമ്പൂതിരി സ്ത്രീയിൽ പുലയനും അഭിലാഷവും സന്താനോൽപാദനവും ഉണ്ടാകാം. എന്നാൽ പശുവിൽ പോത്തിനോ എരുമയിൽ കാളയ്ക്കോ കുട്ടി ഉണ്ടാകയില്ല. അതുകൊണ്ട് നമ്പൂതിരിയും പുലയനും ഒരു ജാതിയെന്നും കാളയും പോത്തും രണ്ട് ജാതിയെന്നും ചിലർ വാദിക്കുന്നത് ശരിയല്ലേ എന്ന് അയ്യപ്പൻ ചോദിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ അതേ ആശയങ്ങൾ സഹോദരനിൽ കൂടുതൽ തെളിമയാർ നമ്മൾ കാണാം. ജാതുർഗോത്വം ഗവാം യഥ എന്ന് ഗുരു പറഞ്ഞ ആശയം സഹോദരനിൽ കൂടുതൽ ആഴത്തിൽ ശാസ്ത്രീയമായി തെളിഞ്ഞു കാണുന്നു. അയ്യപ്പൻ പറയുന്നുണ്ട്, ഈ കേരളത്തിൽ നിലനിന്ന ജാതിയെപ്പറ്റി വളരെ ആഴത്തിൽ ബോധ്യമുണ്ടായിരുന്ന അയ്യപ്പൻ പറയുന്നു, നമ്മുടെ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികൾക്ക് പോലും വലിയ തമ്പുരാൻ തിരുമനസിൻ്റെ കൂടെ സഹഭോജനം ചെയ്യുന്ന കാലം നമ്മുടെ ഊഹാപഥത്തിൽ കൂടി പെടുന്നുണ്ടോ? ഇതിൽ നിന്ന് യൂറോപ്പിലെ സ്ഥിതിഭേദത്തിൻ്റെയും ഇവിടുത്തെ ജാതിഭേദത്തിൻ്റെയും വ്യത്യാസം വെളിവാകുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പാരഞ്ജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പാരഞ്ജിത്ത് പറഞ്ഞത്, ഇന്ത്യയിൽ എങ്ങനെയാണ് ആധുനിക കാലത്ത് ജാതി നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കേണ്ടവർക്ക് പേപ്പർ ഗ്ലാസ്സിൽ കൊടുത്താൽ മതി, പ്രശ്നം പരിഹരിക്കപ്പെട്ടുണ്ട്. വീടിനകത്തേക്ക് ആരെങ്കിലും കയറ്റിയില്ലെങ്കിൽ വരൂ, അകത്തോട്ട് കയറാൻ പോകാതിരിക്കുക, അത് വരൂ, ചൂടാ, നമുക്ക് പുറത്തിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, ഇത് പേപ്പർ. ഞങ്ങളെല്ലാം പ്രകൃതിയാണേ. അപ്പം നമ്മൾ ഇങ്ങനെ പരിസ്ഥിതിവാദത്തിൻ്റെ പേരിലും പ്രകൃതിവാദത്തിൻ്റെ പേരിലും പലതരം പേരുകളിൽ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് പാരഞ്ജിത്ത് പറഞ്ഞതിൻ്റെ ആധാരം. അതാണ് സഹോദരൻ അയ്യപ്പൻ വളരെ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ പറയും, 1951 ശിവഗിരിയിൽ നടന്ന പ്രസംഗത്തിൽ അയ്യപ്പൻ പറഞ്ഞു, സ്വതന്ത്ര ചിന്തയാണ് ശ്രീനാരായണനിൽ നിന്ന് പഠിക്കാനുള്ള വേറൊരു പാഠം. സ്വതന്ത്ര ചിന്ത എന്ന് വെച്ചാൽ ശാസ്ത്രീയമായ ചിന്ത എന്നേ അർത്ഥമുള്ളൂ. ശ്രീനാരായണൻ തുറന്ന മാർഗം ശ്രീനാരായണനെ വെച്ച് അടയ്ക്കാൻ ഇടവരാതിരിക്കട്ടെ. ശ്രീനാരായണൻ തുറന്ന മാർഗം ശ്രീനാരായണനെ വെച്ച് അടച്ചു കളയാതിരിക്കട്ടെ. നിർഭാഗ്യവശാൽ നാരായണ ഗുരുവിനെ പറ്റി ഒരു അഷ്ടോത്തര ശതനാമാവലി എഴുതി. ആ അഷ്ടോത്തര ശതനാമാവലി ഒരു മന്ത്രം, ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമാന്ന, ഗുരുവിനെ പുകഴ്ത്തുന്ന 108 മന്ത്രങ്ങളുണ്ട് ഗുരുവിനെ പറ്റി. പിൽക്കാലത്തൊരു ശിഷ്യൻ എഴുതിയതാണ്. അതിലൊരു മന്ത്രം എന്താണ്? ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമ. അതാണ് അയ്യപ്പൻ പറഞ്ഞത്, ശ്രീനാരായണൻ തുറന്ന മാർഗം ശ്രീനാരായണനെ വെച്ച് അടച്ച് കളയാതിരിക്കട്ടെ, അതിന് ഇടവരാതിരിക്കട്ടെ. സഹോദരൻ അയ്യപ്പൻ്റെ യുക്തിയെ പറ്റി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണത്തിൽ നിന്ന് വിടവാങ്ങാം. അയ്യപ്പൻ പറയും, മിശ്രഭോജനത്തിൽ അയ്യപ്പൻ പറയുന്നൊരു സഹോദരൻ ചൊല്ലിക്കൊടുക്കുന്നൊരു സത്യവാചകമുണ്ട്. ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യവുമായതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ നിയമവിരുദ്ധമല്ലാത്ത വിധം കഴിയുന്നതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പൂർണ്ണ മനസ്സാലെ സമ്മതിച്ച് സത്യം ചെയ്തു കൊള്ളുന്നു. അയ്യപ്പനെ പലരും കേവലയുക്തി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
യുക്തിവാദി മാസികയുടെ ആപ്തവാക്യ ശ്ലോകം തന്നെ യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നാണ്. ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ പറയും, മനുഷ്യ സമൂഹവും യുക്തിവിചാരവും തമ്മിലുള്ള ചരിത്രപരമായ തുടർച്ചയുടെ സൃഷ്ടിയായി ശാസ്ത്രത്തെ വിചിന്തനം ചെയ്യുന്ന ജ്ഞാനസിദ്ധാന്തത്തെ ആധുനികതാ വിമർശകർ നിരാകരിക്കുന്നു. പോസ്റ്റ് കൊളോണിയലിസ്റ്റുകൾ, നമ്മൾ കണ്ടല്ലോ ചില പോസ്റ്റ് കൊളോണിയലിസ്റ്റുകളെ, വലിയ തത്വചിന്തകരും വലിയ പോസ്റ്റ് കൊളോണിയലിസ്റ്റുകളുമാണ്. പക്ഷേ ഒരു ദളിതൻ ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ശേഷി പോലും സ്പിവാക് പ്രകൃതികൾക്കില്ല. സ്പിവാക്ക് പ്രശ്നമായിട്ട് കണ്ടത് എന്താണ്? JNU സർവകലാശാലയിൽ നടന്നൊരു സംഭവമാണ്. അൻഷുൽ കുമാർ എന്ന് പറയുന്ന ഒരു ദളിതൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തോട് വളരെ അസഹിഷ്ണുതയോടു കൂടിയാണ് സ്പിവാക്ക് ഇടപെട്ടത്. അവരുടെ ഒരു പ്രബന്ധമുണ്ട്, കീഴാളർ സംസാരിക്കേണ്ടവരുണ്ടോ എന്ന് പറയുന്ന ഒരു പ്രബന്ധമുണ്ട്. ആ പ്രബന്ധത്തിൽ സ്പിവാക്ക് പറയുന്നത്, ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ അല്ല സ്പിവാക്ക് വിമർശിക്കുന്നത്, പിന്നെ ആരെയാണ്? സതി നിർത്തലാക്കിയ ബ്രിട്ടീഷുകാരെയാണ് സ്പിവാക്ക് ക്യാൻ സബാൾട്ടേൺ സ്പീക്ക് എന്ന് പറയുന്ന സ്പിവാക്കിൻ്റെ പ്രബന്ധത്തിൽ സ്പിവാക്ക് വിമർശിക്കുന്നത് ആരെയാണ്? സതി ആചരിച്ചവരെയും സതി ആചരിപ്പിച്ച ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെയും അല്ല, ബ്രിട്ടീഷുകാരെ വിമർശിക്കുന്നത്. കുറ്റം മുഴുവൻ ബ്രിട്ടീഷുകാർക്ക്. നിങ്ങളാ പ്രബന്ധം എടുത്ത് വായിച്ചു നോക്കണം, അപ്പം ബോധ്യപ്പെടും. ബ്രിട്ടീഷുകാരെന്തോ മഹാപാപം ചെയ്തു. അപ്പോൾ ഇതിനകത്ത് സബാൾട്ടേൺ ആരാ? അത് സവർണ സ്ത്രീകൾ. നമ്മൾ വിചാരിക്കും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും കൊണ്ടാടിയ ഒരു പ്രബന്ധമാണ് ക്യാൻ സബാൾട്ടേൺ സ്പീക്ക്. സബാൾട്ടേൺ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലുള്ളവരെല്ലാം വിചാരിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള അവർണരൊക്കെ സബാൾട്ടേൺ ആണെന്നൊന്നുമല്ല. സ്പിവാക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞത് ഈ സതിക്ക് ഇരയായ സവർണ സ്ത്രീകളുടെ ആകുലതകളാണ് അതിൽ സബാൾട്ടേൺ എന്നുള്ളതാണ് പ്രശ്നം. ശാസ്ത്രീയമായ അന്വേഷണോത്സുക ലക്ഷ്യം വെക്കുന്നത് വസ്തുനിഷ്ഠമായ ഘടകങ്ങളുടെ സത്തയാണ്. യുക്തിവിചാരത്തിലൂടെയാണ് അവ സാധ്യതമാവുന്നത്. സമൂഹഘടനയുടെ സാംസ്കാരിക സ്വത്വത്തെ പുനർനിർവചിക്കുന്നതും ഈ രീതിയിലാണ്. ഭൂതകാല ആനുഭാവിക ധാരണകളെ പുനർനിർണയം ചെയ്യുന്നത് ശാസ്ത്രീയമായ യുക്തിവിചാരത്തിലൂടെയാണെന്നത് അർത്ഥമാക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ പൊളിച്ചെഴുത്താണ്. ഞാനിത് പറയാൻ കാരണം, സഹോദരൻ അയ്യപ്പൻ നിർവഹിച്ചത് മീരാനന്ദ പറഞ്ഞതുപോലെയുള്ള ഒരു പൊളിച്ചെഴുത്ത് നിർവഹിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് അയ്യപ്പൻ ബുദ്ധമാർഗാനുസാരി ഞാൻ എന്ന് അയ്യപ്പൻ പറഞ്ഞതിന് കാരണം എന്താണ്? അയ്യപ്പൻ ബുദ്ധനെ പറ്റി കവിതകൾ എഴുതിയല്ലോ. ഞാൻ ബുദ്ധമാർഗാനുസാരിയാണെന്ന് അയ്യപ്പൻ കവിതയിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് അയ്യപ്പൻ താൻ ബുദ്ധമാർഗാനുസാരിയാണെന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. മീരാനന്ദ പറയുന്നു, വേദോപനിഷത്തുക്കളുടെ ചലനരഹിതമായ ബ്രഹ്മാണ്ഡ വ്യവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പത്തിന് പകരം ബുദ്ധൻ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും പരിവർത്തനരഹിതമായ യാഥാർത്ഥ്യത്തെ അനുഭവപ്പെടുത്തുന്ന അനസ്യൂതമായതോ പറ്റിച്ചേർന്നിരിക്കുന്നതായ സ്വത്വത്തിന് അസ്തിത്വമില്ലെന്നും വാദിക്കുന്നു. വേദാന്ത ഉപനിഷത്ത് ഒന്നിനും മാറ്റമില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ജന്മം ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ ഈ ജന്മം മുഴുവൻ ബ്രാഹ്മണനായിട്ടിരിക്കും. അവർണനാണെങ്കിൽ അവർണനായിട്ട് ജനിച്ച് നാശമടയും. ബുദ്ധിസം അതിനെ നിരാകരിക്കുന്നു. ബുദ്ധിസം എന്താണ്? പരിവർത്തനാത്മകമാണ്. ലോകത്തിൽ മാറ്റം കൊണ്ടുവരാം എന്ന ശുഭാപ്തികരമായ വിശ്വാസത്തെ ബുദ്ധിസം പിന്തുടരുന്നു എന്ന് മീരാനന്ദ നിരീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ബുദ്ധമാർഗാനുസാരിയാണ് താൻ എന്ന് പറയാൻ കാരണം പരിവർത്തനത്തിൽ അയ്യപ്പൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. സ്ഥിരതാസങ്കല്പം യാതനകൾ ക്ഷണിച്ചു വരുത്തുന്നു. എന്നാൽ പരിവർത്തനാത്മക ജീവിത സങ്കല്പവും മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മാനസിക അധ്വാനവും യാതനകളെ നിയന്ത്രിക്കാനും അതിജീവിക്കാനുമുള്ള ശക്തി നൽകുന്നു. അപ്പോൾ ഈ ഒരു ഊർജ്ജസ്വലതയും ശക്തിയുമാണ് ബ്രാഹ്മണ്യത്തിനെതിരെ നിശ്ചിതമായി പോരാടാൻ സഹോദരൻ അയ്യപ്പനെ പ്രേരിപ്പിച്ചത്. യാതൊന്നും ശാശ്വതമായും അപ്രമാദിത്വത്തോടുകൂടി നിലകൊള്ളുന്നില്ലെന്നും വേദങ്ങൾ ഉൾപ്പെടെ നിലകൊള്ളുന്നില്ലെന്നും ബുദ്ധൻ തിരിച്ചറിഞ്ഞിരുന്നു. ഈ തിരിച്ചറിവാണ് സഹോദരൻ അയ്യപ്പനെ നയിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയ്യപ്പൻ പറയുന്നു, വിവേകാനന്ദ സ്വാമികൾ
അമേരിക്കയിൽ വെച്ച് ഹിന്ദുമതത്തിന് വാർണിഷിട്ട് കാണിച്ചപ്പോൾ ആ വാർണിഷിനകത്തുള്ള ജാതി വ്യത്യാസക്കാർ കണ്ടിരുന്നെങ്കിൽ അന്ന് ആരെങ്കിലും ഹിന്ദുമതത്തെ സ്തുതിക്കുമായിരുന്നോ എന്ന് ആലോചിച്ചു നോക്കുക. അയ്യപ്പൻ പറഞ്ഞ വാക്ക്. ഇന്നെല്ലാവരും വിവേകാനന്ദൻ്റെ ഭക്തന്മാരാണ്. വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണെന്നും നവോത്ഥാനത്തിൻ്റെ വിപ്ലവാത്മകമായ തേജസ്സാണ് വിവേകാനന്ദനെന്നും നമ്മുടെ പുരോഗമനകാരികൾ തന്നെ പ്രബന്ധം ചമയ്ക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വളരെ ആഴത്തിൽ വളരെ നേരത്തെ തന്നെ ബ്രാഹ്മണ്യവാദികളുടെ കാപട്യം, അവരുടെ ഉള്ളിലെ പൂന്താനം നമ്പൂതിരിമാരെ അയ്യപ്പൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അയ്യപ്പൻ അങ്ങനെ പറയാൻ കാരണം കൂടിയുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. വിവേകാനന്ദൻ ഒരുവൻ്റെ ജാതി നിർണയിതമായ കർത്തവ്യങ്ങൾ അഥവാ വർണ്ണാശ്രമ ധർമ്മം, ഒരുവൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളായി നിർണയിതമായ കർത്തവ്യങ്ങൾ അഥവാ ആശ്രമധർമ്മം എന്നിവയിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നു എന്ന് അയ്യപ്പൻ മനസ്സിലാക്കിയിരുന്നു. വിവേകാനന്ദൻ ആര്യൻ ദേശീയവാദത്തിലാണ് വിശ്വസിച്ചിരുന്നത്. വടക്ക് ഭാഗത്താണ് ആര്യന്മാർ ജീവിച്ചത് എന്നും അവർക്ക് ഊഷ്മളവും കാവ്യാത്മകവുമായൊരു പ്രകൃതമുണ്ടായിരുന്നുവെന്നും സ്വാഭാവികമായും ആര്യൻ കലർപ്പില്ലാത്തവനും ലൈംഗിക വിഭജന മനോഭാവം ഇല്ലാത്തവനുമായിരുന്നുവെന്നും വിവേകാനന്ദൻ എഴുതുന്നു. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8ാം വോള്യം 28ാമത്തെ പേജ്. ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ അതിമാനുഷ്യരുടേതായി ഈ രഹസ്യ ആര്യൻ ഗോത്രം എങ്ങനെ അതിജീവിച്ചു എന്നത് ആധുനിക കാലത്തെ മനുഷ്യർക്കാർക്കും അറിയില്ല. മിഷനറിമാർ അവരെ കണ്ടെത്തിയില്ല. അടുത്ത വാചകം, മുസ്ലിം സ്വാധീനങ്ങൾ അവർക്കേശിയില്ല. ആർക്ക്? ആര്യന്മാർക്ക് മുസ്ലിം സ്വാധീനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇത് പറയുന്ന ആരാണ്? വിവേകാനന്ദൻ. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 3ാം വോള്യം 506ാമത്തെ പേജ്. വലിയ വിപ്ലവകാരി, പുരോഗമനകാരി, മതസാഹോദര്യത്തിൻ്റെ വക്താവ് അദ്ദേഹം പറയുന്നതാണ് വിവേകാനന്ദൻ. അതെ, യൂത്ത് ഐക്കൺ. മുസ്ലിം സ്വാധീനം അവർക്ക് ഏശിയില്ല. നാഗരികതയുടെ അർത്ഥം വേദങ്ങൾ പിൻപറ്റുക എന്നതാണ്. വാസ്തവത്തിൽ വേദങ്ങൾക്കനുസൃതമായി ഗർഭം ധരിക്കപ്പെട്ടവനും ജനിച്ചവനുമാണ് ആര്യൻ. തനി ബ്രാഹ്മണ്യ ദേശീയവാദമാണ് വിവേകാനന്ദൻ മുന്നോട്ട് വെച്ചത്. രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ പ്രകൃതി അതിന് അനുവദിക്കുകയില്ല. ഇവിടെ മിശ്രവിവാഹത്തിന് വേണ്ടി വലിയ രീതിയിൽ പോരാട്ടം നടത്തിയ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ വേറൊരിടത്തിരുന്ന് വേറൊരാൾ പറയുകയാണ്, വിവേകാനന്ദൻ പറഞ്ഞ എന്താണ്? രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. മനുഷ്യർക്കിടയിൽ സാഹോദര്യം വേണമെങ്കിൽ പന്തിഭോജനവും അന്യോന്യം വിവാഹവുമാണ് വേണ്ടതെന്ന് നാരായണ ഗുരുസ്വാമിയും അദ്ദേഹത്തിൻ്റെ നേർശിഷ്യനായ സഹോദരൻ അയ്യപ്പനും പറയുമ്പോൾ, ബ്രാഹ്മണ്യത്തിന് വേണ്ടി അങ്ങേയറ്റം വരെ പോയി ജാതി നിലനിൽക്കുകയാണ് വേണ്ടതെന്ന് വാദിക്കുകയാണ് വിവേകാനന്ദൻ ചെയ്തത്. കഴിഞ്ഞില്ല. മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 4ാം വോള്യം 299ാമത്തെ പേജ്. സംശയമുണ്ട്, വീട്ടിൽ പോയി ഒന്ന് നോക്കിയാൽ മതി. ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണ ഉറപ്പ് നൽകി. ഒരു വാചകം കൂടെ ശ്രദ്ധിക്കണം. ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ബ്രാഹ്മണ്യം രൂപീകരിക്കപ്പെട്ടതോടുകൂടി ഇന്ത്യയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഹിന്ദു ചട്ടക്കൂടിൽ നിന്നും പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല, അതിൽ കൂടുതലായി ഒരു ശത്രുവുമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. ഷംസുൽ ഇസ്ലാം പറയുന്നുണ്ട്, 1997-98 ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് 2002 അവിടുത്തെ നരവംശഹത്യയ്ക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷമിളക്കിവിടാൻ ലഘുലേഖകളിലും ബിൽ ബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തിയെന്ന് ഷംസുൽ ഇസ്ലാം നിരീക്ഷിക്കുന്നുണ്ട്. സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഇന്ന് വേദാന്ത ബ്രാഹ്മണ്യം ഉയർത്തിപ്പിടിക്കുന്ന വിവേകാനന്ദനെ പോലെയുള്ള ആളുകളെ വളരെ ആഴത്തിൽ വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഗാന്ധിയൻ ബ്രാഹ്മണ്യത്തെ
നിശിതമായി തുറന്നു കാട്ടുകയും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ പാദം നക്കുന്ന ആ അവസ്ഥയെപ്പറ്റി അയ്യപ്പൻ ഗാന്ധി സന്ദേശം എന്ന് പറയുന്ന കവിതയിൽ എഴുതുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കറെ പോലെ സമശീർഷനായ സമുന്നതനായ വ്യക്തിത്വമാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ സാമുദായിക പ്രാതി എന്ന് പറയുന്ന ആശയം സമുദായങ്ങൾക്കിടയിൽ വിഭജനം സൃഷ്ടിക്കുകയാണ് എന്ന് പൊതുവെ പലരും കരുതുന്നുണ്ടെങ്കിലും അത് അന്നത്തെ വിജ്ഞാനവർദ്ധിനി സഭക്കാർ പോലും അത് സമുദായ മൈത്രിയുടെ ആശയമാണ്, സാമുദായിക പ്രാന്ത്യവാദം മുന്നോട്ട് വെക്കുന്നത് എന്ന ഉന്നതമായ ആശയം പിൽക്കാലത്ത് പലരും തിരിച്ചറിയുന്നുണ്ട്. ഇന്നും സംവരണത്തിന് വേണ്ടിയും പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവരെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളികളിൽ തിരിച്ച് കള്ളികൾക്കുള്ളിലാക്കി മുദ്ര കുത്തുന്ന കാലഘട്ടത്തിൽ സഹോദരൻ അയ്യപ്പൻ നമുക്കൊരു വലിയ അടയാളമാണ്. ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യയിലെ അവർണ ജനതയെ പല രീതിയിൽ തല്ലിക്കൊഴിക്കാനും നിർവീര്യരാക്കാനും വലിയ കൂപങ്ങളിൽ, അന്ധകാരത്തിൻ്റെ വലിയ കൂപങ്ങളിലേക്ക് തള്ളിയിടാനും ആശയറ്റവരായും നിസ്വരാക്കിയും മാറ്റി തീർക്കാനും ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ലിക്വിഡേറ്റ് ഹിന്ദുയിസം എന്ന ഉച്ചൈസ്തര്യം ഉദ്ഘോഷിച്ച സഹോദരൻ അയ്യപ്പൻ നമ്മുടെ സാക്ഷാൽ പ്രവാചകനാണ്, നമ്മുടെ വഴികാട്ടിയാണ്, നമ്മുടെ ദൈക്ഷണികനാണ്, നമുക്ക് ചിന്തയുടെ പ്രഭ ചൊരിഞ്ഞ മഹത്തായ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഈ മഹാനായ ദൈക്ഷണികൻ്റെ, മഹാനായ ഒരു മന്ത്രിയുടെ, മഹാനായ യുക്തിചിന്തകൻ്റെ, മഹാനായ സമത്വവാദിയുടെ, മഹാനായ സാഹോദര്യ ചിന്തകൻ്റെ, മഹാനായ സ്വാതന്ത്ര്യ ചിന്തകൻ്റെ ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിച്ചത് ഞാൻ പുരസ്കൃതനായതുപോലെ എനിക്ക് വലിയ ആത്മസന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ ജീവിതത്തെ മുൻനിർത്തി നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സെമിനാർ നടത്തിയാൽ പോലും, ഒരു വലിയ സുദീർഘമായ ഒരു കോഴ്സ് വർക്ക് നടത്തിയാൽ പോലും തീരാത്തത്ര ആഴത്തിൽ പഠിക്കേണ്ട ഒരു ചിന്തകനാണ് സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവിലേക്ക് വീണ്ടും വീണ്ടും പുനരാനയിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമികളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ ഒരു കൈത്തിരി ആരിലാണ് പ്രശോഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സഹോദരൻ അയ്യപ്പനിലാണ്. സുദേശേട്ടൻ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. സുദേശേട്ടൻ പറഞ്ഞു, സഹോദരൻ അയ്യപ്പനെ വേണ്ട രീതിയിൽ ആ സമുദായം പോലും തിരിച്ചറിഞ്ഞില്ല എന്ന്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സഹോദരൻ അയ്യപ്പനെ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞു സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ. ആ തിരിച്ചറിവിൻ്റെ മൂർധന്യത്തിലാണ് ശിവഗിരി മഠത്തിലേക്ക് അദ്ദേഹത്തെ സന്യാസിയായി നാരായണ ഗുരുസ്വാമികൾ ക്ഷണിച്ചത്. അതുകൊണ്ട് അയ്യപ്പൻ്റെ ചിന്തകൾ, അയ്യപ്പൻ മാഷുടെ ജീവിതവ്രതം, അയ്യപ്പൻ മാഷ് മുന്നോട്ട് വെച്ച മഹത്തായ പരിവർത്തനങ്ങൾ, ആ പരിവർത്തനങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് സമകാലിക കേരളം നേരിടുന്ന, സമകാലിക ഇന്ത്യൻ സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വലിയ പ്രത്യാശ പകരുന്ന നവോത്ഥാനത്തിൻ്റെ വിപ്ലവാത്മകമായ തേജസ്സാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.